അതുകൊണ്ട് അവിടെ വാതിലില് കിടന്നു കുട്ടി. ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടാ. പെട്ടെന്ന് ചിലപ്പോ ക്ലാസ് ഞാൻ ചിലപ്പോ വിട്ടുപോകാൻ വഴിയില്ല എന്നാണ്, പക്ഷെ ഇത് വിട്ടു. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ എംപ്ലോയീസിന്റെ ഇടയിലുള്ള മോട്ടിവേഷൻസ് ഇൻക്രീസ് ചെയ്യാൻ മാനേജ്മെന്റ് തന്നെ ചില ടെക്നിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാറുണ്ട്. അത് മേ ബി ഇൻ ദ ഫോം ഓഫ് ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആൻഡ് ഓൾസോ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ. രണ്ട് രീതിയിലുള്ള മോട്ടിവേഷൻസ് ആണ്, അല്ലെങ്കിൽ രണ്ട് രീതിയിലാണ് മോട്ടിവേറ്റേഴ്സ് ഉള്ളത്. ചില മാനേജ്മെന്റുകൾ പിന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മോണിറ്ററി ആയിട്ടുള്ള മോട്ടിവേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. Wages, extra wages, extra salary, bonus, profit sharing, extra പിന്നെ ലീവ് എടുത്താലും അതിന്റെ പേയ്മെന്റ് കൊടുക്കുക, മെഡിക്കൽ ഇംബേഴ്സ്മെന്റ്, ഹോസ്പിറ്റലൈസ്ഡ് ആയി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എന്തെങ്കിലും തരത്തിലുള്ള സ്ലോളോ ഒക്കെ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻസോ വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി അപ്പൊ അവിടുത്തെ ഫണ്ട് കൊടുക്കുന്നത്. അങ്ങനെ അപ്പൊ അത് നമ്മുടെ എന്താ പറയാ ഓർഗനൈസേഷനിൽ നിന്ന് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് എത്രയാണോ അതിന്റെ പേയ്മെന്റ് ആയിട്ടൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഫിനാൻഷ്യൽ രീതിയിലുള്ള, അതായത് അത് തീർച്ചയായിട്ടും കൊടുക്കുന്നത് മണി ടേംസിലായിരിക്കും. അതുകൊണ്ടാണ് അതിനകത്ത് എഴുതിയിരിക്കുന്ന ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ആണ് ബിസിനസ് ഓർഗനൈസേഷൻ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മോട്ടിവേഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് മാത്രമല്ല ഉള്ളത്, നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മോട്ടിവേറ്റേഴ്സും ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തുടങ്ങി. ഒന്ന് അപ്രൈസൽ, പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്. അതായത് when the employees are performing above the standard or when they have reached a level, അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് ലെവലൊക്കെ പെർഫോം ചെയ്യുന്ന എംപ്ലോയീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട അപ്രീസിയേഷൻ, പ്രൈസ്, പ്രസ്റ്റീജ് അല്ലെ, അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അത് നല്ല വാക്കുകളിലൂടെയാകാം, അതായത് ഒരു തരത്തിലുള്ള മറ്റ് രീതിയിലുള്ള അവരെ ആദരിക്കുന്നതോ ഒക്കെ രീതിയിലാകാം, അനുമോദിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രോഗ്രാമോ അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ സംഘടിപ്പിച്ചിട്ടൊക്കെ. ഓക്കെ, അപ്പൊ മറ്റുള്ളവരിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ അവരെ കൺസിഡർ ചെയ്യുക, അപ്രീസിയേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അതൊരു നോൺ മോണിറ്ററി, നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആണ് നമ്മൾ ഇന്നലെ കണ്ടതാണ്. സ്റ്റേറ്റസ് ആൻഡ് പ്രൈഡ്. ഇനി മറ്റു രീതിയിൽ അവരുടെ ഫിനാൻഷ്യൽ അല്ലാത്ത രീതിയിലുള്ള മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കൺസിഡർ ദാറ്റ് പർട്ടിക്കുലർ എംപ്ലോയി ഓർ എംപ്ലോയീസ്, അത്തരം എംപ്ലോയീസിനെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഒക്കെ കാഴ്ച വയ്ക്കുന്ന എംപ്ലോയീസിനെ, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ചതിൽ നിന്ന് കൂടുതൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ജോബ്, അവർക്ക് അസൈൻ ചെയ്ത ജോബ് നന്നായി പെർഫോം ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ളവരിൽ വ്യത്യസ്തമാകുന്ന ചില എന്താ പറയുക സിംബൽസ്, ചില ഡിസ്റ്റിങ്ഷൻസ്, വ്യത്യസ്തതകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. മേ ബി ഇൻ ദ ഫോം ഓഫ് എന്താ പറയാ കാർപ്പറ്റ്സ് ഓൺ ദ ഫ്ലോർ, പിക്ചേഴ്സ് ഓൺ ദ വാൾസ്, അതാണ് എക്സാമ്പിൾ പറഞ്ഞേക്കണേ. അതുപോലെ തന്നെ പേഴ്സണൽ അസിസ്റ്റന്റ്, അവർക്ക് പേഴ്സണൽ അസിസ്റ്റന്റിന് പ്രൊവൈഡ് ചെയ്യുക. ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് അവർക്ക് ഇരുന്ന് ജോലി ചെയ്യാൻ കുറച്ചുകൂടി വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ഉയർത്തുക അത്തരം എംപ്ലോയീസിന്റെ. കാരണം അവര് നമ്മൾ ഉദ്ദേശിച്ചതിൽ നിന്ന് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള പെർഫോമൻസ് അവർ ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അങ്ങനെ ആ സ്റ്റേറ്റസ് ആൻഡ് പ്രൈഡ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ സൗകര്യങ്ങള് വർക്കിംഗ് കണ്ടീഷൻസിൽ, വർക്കിംഗ് എൻവയോൺമെന്റിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ. അപ്പൊ ഫിനാൻഷ്യൽ അല്ലാത്ത മോട്ടിവേഷൻ ഈ രീതിയിൽ പ്രകടിപ്പിക്കാവുന്നതാണ് മാനേജ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ കോമ്പറ്റീഷൻ ആണ്. നമുക്കറിയാം ഇൻ ബിസിനസ് ഓർഗനൈസേഷൻ ദർ ഈസ് നോ കോമ്പറ്റീഷൻ അമംഗ് ദ എംപ്ലോയീസ്. എംപ്ലോയീസ് നമ്മൾ യാതൊരു രീതിയിലും മത്സരിക്കേണ്ട ആവശ്യമില്ല. വി ആർ വർക്കിംഗ് ഫോർ ദ ഓർഗനൈസേഷൻ. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാം. പക്ഷേ if they are getting a chance to increase their ego or increase their status, തങ്ങളുടെ സ്റ്റേറ്റസ് വർദ്ധിപ്പിക്കണം, തങ്ങളുടെ ഈഗോ മറ്റുള്ളവരിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്നു നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാനുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതില്ല. സോ മറ്റുള്ളവരിൽ നിന്ന് കുറച്ചുകൂടി നേട്ടം അവർക്കുണ്ടാകും, മറ്റുള്ളവരിൽ നിന്ന് കുറച്ചുകൂടി സാറ്റിസ്ഫാക്ഷൻ അവർക്കുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യുക. If they feel to improve, if they feel they have the chance of winning, തങ്ങൾക്ക് കുറച്ചുകൂടി നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് അവരെ ശ്രമിക്കുക. ഓക്കെ, കോമ്പറ്റീഷൻസ് ഇല്ല, മത്സരങ്ങൾ ഇല്ല എങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അത് ചെയ്യുക. അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. Delegation of authority. See, to delegate some responsibilities or extra responsibilities and authority to a particular person or when they show some improved performance. അതുപോലെ തന്നെ
മറ്റൊരു കാര്യമാണ് ഫിനാൻഷ്യൽ കാശ് കൊടുക്കുക ചെയ്യുന്നത് ഒരു അധികാരം കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി ഉയർന്ന ഉത്തരവാദിത്തം കൊടുക്കുക, മറ്റുള്ളവരെ നീ അങ്ങോട്ട് മാനേജ് ചെയ്തു നോക്കുക. കാരണം ആള് കുറച്ചുകൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കണ്ട് കമ്മിറ്റ്മെന്റോടെ ജോലി ചെയ്യുന്നുണ്ട്. സോ ആൾക്ക് അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടി ഉത്തരവാദിത്തം കൂടി കൊടുക്കുക, ഒരു ടാസ്ക് ആയിട്ട് അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുക. കാരണം അത് ഒരു സ്ട്രോങ് മോട്ടിവേഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ മറ്റുള്ളവർക്കൊന്നും കൊടുക്കാതെ എനിക്ക് ആ ഒരു അധികാരം അല്ലെങ്കിൽ എനിക്ക് ആ ഉത്തരവാദിത്തം തന്നു, എനിക്കത് ചെയ്യാൻ പറ്റുന്ന മാനേജ്മെന്റിന് തോന്നിയതുകൊണ്ട് അവരെനിക്ക് തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കണ്ടോ, അതൊരു മോട്ടിവേഷൻ ആണ്. സോ ആ ഒരു കാര്യം ലഭിച്ചു വരുമ്പോൾ ആ എംപ്ലോയി അല്ലെങ്കിൽ എംപ്ലോയീസ് ഒന്നോ രണ്ടോ കൊടുക്കുകയാണെങ്കിൽ ആ അത്തരം എംപ്ലോയീസിന് കൂടുതൽ മോട്ടിവേറ്റഡ് ആകാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ഇത്രയും വരെയാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സിൽ ഈ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്, 5 പോയിന്റ്. ഓക്കെ, 5 അല്ല 4 അല്ലേ. ഓക്കെ, അപ്രൈസൽ, praise and prestigious, status and pride, competition and delegation of authority. So next point, അടുത്തത് പാർട്ടിസിപ്പേഷൻ ആണ്. ഇപ്പൊ ഉണ്ടാവും ഇനിയും അതായത് നമ്മളുടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് അത്തരം അർഹിക്കുന്ന ആളുകൾ ആരാണോ അവരെ കുറച്ചുകൂടി നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങില്, അതുപോലെ എന്താ പറയാ എന്തെങ്കിലും പർട്ടിക്കുലർ ആക്ടിവിറ്റിയില് എൻഗേജ് ചെയ്യിപ്പിക്കുക, ഇൻവോൾവ് ആക്കുക. എന്ന് വെച്ചാൽ ഫിസിക്കലിയും മെന്റലിയും അവരെയും കൂടി ചേർത്ത് വെക്കുക. ഇപ്പൊ ബിസിനസിന്റെ എന്തെങ്കിലും തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില ഡിസിഷൻസ് എടുക്കണം. അത്തരം ഡിസിഷൻ മേക്കിങ്ങില് ഇങ്ങനെ ഹൈ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന അങ്ങനെയുള്ള എംപ്ലോയീസ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെയും വ്യത്യസ്തരായിട്ടുള്ള ജോലിയുടെ കാര്യത്തിലാണ് മറ്റേ വേറെ ഏത് രീതിയിലല്ല, അവിടെ ചെയ്യുന്ന ജോലി അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നതിൽ അവിടുത്തെ എന്താ പറയുക കമ്മിറ്റ്മെന്റ് എംപ്ലോയീസിന് ഇങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സ് കുറെ കാര്യങ്ങൾ കണക്കിലെടുത്തിട്ട് അങ്ങനെയുള്ള ഏതെങ്കിലും എംപ്ലോയീസിനെ അവർക്ക് കൂടുതലായിട്ട് അത്തരം ആളുകളോട് ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ അവരോടൊരു ഇത് തോന്നുന്നുണ്ടെങ്കിൽ അവരെ പരിഗണിക്കുക. അവരെന്ത് ചെയ്യുക, ഈ പറയുന്ന ഡിസിഷൻ മേക്കിങ്സിൽ അവരെ ഫിസിക്കലി മെന്റലി ഇൻവോൾവ്ഡ് ആക്കുക. അതാണ് പാർട്ടിസിപ്പേഷൻ. ടു മേക്ക് പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരെ കൂടി വിളിച്ചിരിക്കുക. നമ്മളിങ്ങനെ പുതിയൊരു പ്രോജക്ട് നമ്മുടെ ഓർഗനൈസേഷൻ കൊണ്ടുവരുന്നുണ്ട്, നമ്മുടെ എന്താ പറയാ ജോലിയുടെ ചില ടെക്നിക്സ് ടെക്നോളജി ഒക്കെ കുറച്ച് മാറ്റാൻ പോകുന്നുണ്ട്. അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെയുള്ള എംപ്ലോയീസിനെ നമ്മൾ ചേർക്കുക. അപ്പൊ അവരുടെ കൂടി അഭിപ്രായങ്ങൾ കണ്ടോ, അങ്ങനെ വരുമ്പോൾ മോട്ടിവേറ്റഡ്. കാരണം എന്താ, മറ്റൊരാളെയും വിളിച്ചില്ല, എന്നെയാണ് വിളിച്ചത്. അപ്പൊ അത്തരം എംപ്ലോയീസിന് എന്തുണ്ടാകും, മോട്ടിവേഷൻ ആകും. അപ്പൊ അവർക്ക് കൂടുതൽ ഓർഗനൈസേഷനോട് ചേർന്ന് നിന്ന് തങ്ങളുടെ ജോലികൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ഇറ്റ് വിൽ മോട്ടിവേറ്റ് ദ അതർ എംപ്ലോയീസ് ഓൾസോ. ആ ഒരാൾക്ക് അങ്ങനെയുള്ള ഒരു എന്താ പറയാ ഒരു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് നമ്മളൊന്നും വിളിച്ചില്ല, ആരെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെ മറ്റുള്ളവരെ കാണുമ്പോൾ അത്തരം എംപ്ലോയീസിന് അതൊരു ഇൻസ്പിറേഷൻ ആണ്. കാരണം അടുത്ത പ്രാവശ്യം നമ്മളെ കൂടി അതിനകത്തേക്ക് ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമ്മളും കൂടി നന്നായി പ്രവർത്തിക്കണം. അപ്പൊ ആരും ഡൗൺ ആകാതെ, അവരുടെ പെർഫോമൻസ് വൈസ് ഡൗൺ ആകാതെ നല്ല പെർഫോമൻസ് എന്താ പറയാ കൊണ്ടുവരാനായിട്ട് എല്ലാ എംപ്ലോയീസും ശ്രമിക്കും. ക്ലിയർ ആയോ? പാർട്ടിസിപ്പേഷൻ മനസ്സിലായോ? പാർട്ടിസിപ്പേഷൻ. നെക്സ്റ്റ് വൺ ജോബ് എൻലാർജ്മെന്റ് ആണ്. ജോബ് എൻലാർജ്മെന്റ് ആണ്. ഇനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ടാസ്ക്. അതായത് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിനെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കൂടാതെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അതേ ജോലി തന്നെ അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള അനുബന്ധ ജോലികളൊക്കെ ഉണ്ടാവുമല്ലോ, പക്ഷെ ഇച്ചിരി ടഫാണ്, മറ്റേതിനേക്കാൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ടാസ്കുകളാണ്. അത് അവർക്ക് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അത്തരം ജോലി കൂടി ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക. അതെന്ന് പറഞ്ഞാൽ മറ്റേതൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്, പക്ഷെ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് കൂടി അവർക്ക് എന്ത് ചെയ്യുക, അസൈൻ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ എക്സ്പാൻഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാസ്ക്, അങ്ങനെ അവരുടെ ഡ്യൂട്ടിയും അവരുടെ ടാസ്കും കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് കുറച്ചുകൂടി വികസിപ്പിച്ച് കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ എന്ത് വിളിക്കുക, ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയാം. അതിന് എന്താ പറയാ, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് കോംപ്ലിക്കേഷൻ ഓഫ് ദ ജോബ്. ജോബിന്റെ നിലവിലുള്ള ജോലിയുടെ ആ ഒരു കോംപ്ലിക്കേഷൻ, ആ ഒരു എന്താ പറയാ കുഴപ്പങ്ങളൊക്കെ കുറച്ചുകൂടി നമ്മൾ വർദ്ധിപ്പിക്കും. നേരത്തെ നല്ല രീതിയിൽ ഇപ്പൊ നമുക്കൊരു ജോലി നമുക്ക് തരുമ്പോ ഓർഗനൈസേഷനിൽ നമുക്കൊരു പെർഫെക്റ്റ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ജോലി ആയിരിക്കും അസൈൻ ചെയ്ത് തരും. ആൻഡ് വി ബിക്കം എക്സ്പീരിയൻസ്ഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ അസൈൻമെന്റ്. അത്തരം ജോലി നമുക്ക് അസൈൻ ചെയ്ത് തരുമ്പോൾ നമ്മളത് എല്ലാ ദിവസവും ചെയ്ത് നമ്മൾ എന്താകും, അതില് എന്താ സ്പെഷ്യലിസ്റ്റ് ആകും അല്ലെങ്കിൽ എക്സ്പെർട്ട് ആയിരിക്കും. പക്ഷെ അങ്ങനെ എക്സ്പെർട്ട് ആയി കഴിഞ്ഞാലും ഇപ്പൊ ഇത് നമ്മളിപ്പോ കണ്ണടച്ച് കൂട്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായി മാറി കഴിയും, കുറെ കഴിയുമ്പോഴേക്കും അല്ലെ, മാസങ്ങളോ വർഷങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും നമുക്കത് കണ്ണടച്ചിരുന്നാലും നമുക്കത് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പക്ഷെ
ചില സമയത്ത് ഓർഗനൈസേഷൻ ഓൾസോ പ്രൊവൈഡ് സച്ച് പ്രോസസ്, ഇങ്ങനെയുള്ള ചില പ്രോസസ്സുകളും കൊണ്ടുവരാറുണ്ട്. ജോബ് എൻലാർജ്മെന്റ് പോലെ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി ടഫായിട്ടുള്ള കുറച്ച് ജോലികൾ അവരെ ഏൽപ്പിക്കുക. അതിനെയാണ് നമ്മൾ ഇത് വിളിക്കുക ജോബ് എൻലാർജ്മെന്റ്. നിലവിലുണ്ടായിരുന്ന ജോലിക്ക് കുറച്ച് കൂടുതൽ ജോലി കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ടൈപ്പ് കുറച്ചും വ്യത്യാസപ്പെട്ട് കൊടുക്കുന്നു. ഇവിടെ പ്രൊമോഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞത്. ഒരു ഹൊറിസോണ്ടലാണ്. ഹൊറിസോണ്ടലും ഇതിലും പിന്നെ നേരെയാണ്. ഇവിടെ ഇരുന്നിരുന്ന ജോലി കുറച്ചുകൂടി ടഫായിട്ടുള്ള ജോലികൾക്ക് കൊടുത്ത് ഒന്നുകൂടി ഇങ്ങോട്ട് നീക്കി എംപ്ലോയീസിനെ മാറ്റി എന്താ പറയാ മറിച്ച് അവരുടെ ജോലികൾ കൊടുക്കുന്നു എന്നുള്ളത്. അത് അവരുടെ അവരുടെ ഡ്യൂട്ടീസും ടാസ്കും ഒക്കെ എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്. സെയിം ഓർഗനൈസേഷൻ ലെവലിൽ സെയിം ലെവലില് സെയിം ഡിപ്പാർട്ട്മെന്റിൽ പക്ഷെ കുറച്ചുകൂടി കൂടുതൽ ജോലി പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ ജോബ് എൻലാർജ്മെന്റ്? മനസ്സിലായോ? അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ചെയ്യണോട്ടാ. എന്താണ് പാർട്ടിസിപ്പേഷൻ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു കുറച്ച് എണ്ണത്തിന്റെ ഒക്കെ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്തു തരും. അത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, മറ്റേത് പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതി. അതുപോലെ തന്നെ ജോബ് എൻലാർജ്മെന്റും അതെ. ഈ മൂന്നെണ്ണം ഒരേപോലത്തെ വരുന്നുണ്ട്. 3 അല്ല 4 എണ്ണം. ജോബ് എൻലാർജ്മെന്റ്, ജോബ് റൊട്ടേഷൻ, ജോബ് എൻറിച്ച്മെന്റ് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ്. ഈ 4 ടൈപ്പാണ്. അപ്പൊ അത് എല്ലാം ഒരുപോലെയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കണം. ക്ലിയർ ആകുന്നുണ്ടോ പറയുന്നത്? ജോബ് എൻലാർജ്മെന്റ് ഓക്കെ ആണോ? യെസ്. It is the process of increasing complication of job with a view to appealing the higher order needs of workers. വർക്കേഴ്സിനെ കൊണ്ട് കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള ടാസ്കുകൾ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്ക് കൊടുത്ത് കുറച്ചുകൂടി ഹൈ ഓർഡർ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ദാറ്റ്സ് ഓൾ. ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാസ്ക് ആണ്. അത് സെയിം ഓർഗനൈസേഷൻ ലെവൽ, ഒരേ ഓർഗനൈസേഷൻ ലെവലില് ഡ്യൂട്ടീസും ടാസ്കും വർദ്ധിപ്പിച്ചു കൊടുക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത് ജോബ് എൻലാർജ്മെന്റ് എന്നതുകൊണ്ട്. നെക്സ്റ്റ് വൺ ജോബ് റൊട്ടേഷൻ ആണ് അടുത്തത്. ഈ ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ in order to decrease or in order to reduce the monotony and boredom of employees, to shift an employee from one job to the other. അതായത് ഈ ചില ജോബ് ചെയ്ത് എല്ലാ ദിവസവും തന്നെ ചെയ്ത് മടി വരും. ഇത് ഇന്നലെയൊക്കെ ചെയ്തു തന്നെയാണ്. എല്ലാ ദിവസവും റുട്ടീനായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ചിലതിൽ നമുക്ക് പോകേണ്ടി തോന്നും. എല്ലാ ദിവസവും ചെയ്തല്ലേ. ചില ജോലികൾ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞത് ഫീൽ ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതാണ് ചെയ്യാൻ നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്കില്ലുള്ളത്. ചെയ്ത് നമ്മളതില് ഭയങ്കര എക്സ്പേർട്ട് ആയി തീർന്നു. പക്ഷെ നമ്മളൊരു ജോലിയിൽ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് അതായിട്ട് തന്നെ ചെയ്യണം. ഉദാഹരണം ഈ ദിവസം ഞാൻ പഠിപ്പിക്കാനാണ് തരുന്നത്, ടീച്ചറാണ്. അപ്പൊ എല്ലാ ദിവസവും ഞാൻ പഠിപ്പിക്കാനാണ്. പക്ഷെ ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഒരു പഠിക്കും, ഇത് ഈ ക്ലാസ്സിൽ പഠിപ്പിക്കണം, മറ്റേ ക്ലാസ്സിൽ. പക്ഷെ നമ്മൾ ഫീൽ ചെയ്തിട്ട് കാര്യമില്ല ഓൾറെഡി. ബിക്കോസ് നമ്മുടെ ഡ്യൂട്ടി അതാണ്, നമ്മുടെ ടാസ്ക് ആണ് അത് ചെയ്യുന്നത്. എന്നാൽ ചില സമയത്ത് ഓർഗനൈസേഷനിൽ എല്ലായ്പ്പോഴും ചില ഓർഗനൈസേഷൻസിൽ in order to reduce the monotony or boredom, ഇങ്ങനെയുള്ള മടുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി വേറൊരു ജോലിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. വേറൊരു രീതിയിൽ. കാരണം പതിവായി ചെയ്യുന്ന കാര്യത്തിന്റെ ആ മടിയും ഇതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കുന്നു. മാറ്റി കൊടുക്കുമ്പോൾ എന്താ പറ്റത്തറിയോ, നമ്മളുടെ എന്താ പറയാ ആ ഒരു ജോലി, അതായത് മാറി നമ്മൾ ചോദിച്ചാൽ ഇൻക്രീസ് ദ സ്കിൽ ആൻഡ് നോളജ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ടാസ്ക്. ആ കൊടുക്കുന്ന ജോലിയിൽ കൂടുതൽ എന്താ പറയാ അതിനകത്ത് വേണ്ട ടാസ്ക് സ്കില്ല് അതൊക്കെ എന്തൊക്കെയാണ് ഇൻക്രീസ് ചെയ്യും, മനസ്സിലാക്കാനും അത് എന്താ പറയാ ഇംപ്രൂവ് ചെയ്യാനൊക്കെ എംപ്ലോയീസിന് സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം ചെയ്യുന്നത്. ജോബ് റൊട്ടേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എയിം അതാണ്, ഒബ്ജക്റ്റീവ് അതാണ്. എന്താ? ടു ഇൻക്രീസ് ദ സ്കിൽ ആൻഡ് നോളജ് ഓഫ് ദ എംപ്ലോയീസ്. അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ജോലികളും എത്രത്തോളം നല്ലതാണ്, അതിനകത്തു കൂടി നമ്മുടെ സ്കില്ലും നോളജും ഒക്കെ വർദ്ധിപ്പിക്കാൻ ആ എംപ്ലോയിക്ക് സഹായിക്കുന്ന ഒരു കാര്യമാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ജോബ് റൊട്ടേഷൻ ക്ലിയർ ആയോ? ജോബ് എൻലാർജ്മെന്റ് വേറെ, ജോബ് റൊട്ടേഷൻ വേറെ. ഇസ് ഇറ്റ് ക്ലിയർ? ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ടാസ്കും ഡ്യൂട്ടീസും ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുന്നത് സെയിം ഓർഗനൈസേഷൻ ലെവലിൽ. ഇവിടെ നമ്മൾ ഓർത്തിരിക്കണം ജോബ് റൊട്ടേഷനില് മോണോട്ടണി ബോർഡ്, ആ ഒരു 2 വാക്കുകൾ ഓർക്കുക. ഓക്കെ, അത് കുറയ്ക്കാൻ വേണ്ടി, അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോബ് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. വേറെ ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് എംപ്ലോയീസിനെ ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ജോബിന്റെ സ്കില്ലും നോളജും ഇൻക്രീസ് ചെയ്യാൻ എംപ്ലോയിക്ക് സാധിക്കും എന്നുള്ളതാണ്. ജോബ് റൊട്ടേഷൻ അണ്ടർലൈൻ ചെയ്തോ? ജോബ് റൊട്ടേഷൻ
നെക്സ്റ്റ് വൺ ജോബ് എൻറിച്ച്മെന്റ്. ഇതും എന്താ പറയാ, ഇത് നമ്മളുടെ എംപ്ലോയീസിന്റെ നേരത്തെ നമ്മൾ ജോബ് എൻലാർജ്മെന്റ് പറഞ്ഞില്ലേ. എൻലാർജ്മെന്റ് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സ്പാൻഷൻ, ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ആണ്. ഇവിടെ നിങ്ങളുടെ എംപ്ലോയീസിന്റെ അവിടെ നിന്ന് ചെയ്തിട്ട ജോലികൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോലി അതേ ലെവൽ മാറിയില്ല. അതുകൊണ്ടാണ് ഹൊറിസോണ്ടൽ ഹൊറിസോണ്ടൽ പറഞ്ഞാൽ നേരെ. എന്നാൽ ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ ഇംപ്രൂവ്മെന്റ് ഓർ എന്താ പറയാ വെർട്ടിക്കൽ ചേഞ്ച് ഓഫ് എ ജോബ്. ഇതൊരു വെർട്ടിക്കൽ എക്സ്പാൻഷൻ ആണ്. എന്ന് വെച്ചാൽ ഇങ്ങനെയല്ല, ഇങ്ങനെ നിന്നിരുന്ന നേരെയല്ല, നേരെ പോയതാണ് ഏത് ജോബ് എൻലാർജ്മെന്റ്. ഇവിടെ ഇങ്ങോട്ടേക്കാണ്, കുറച്ച് മുകളിലേക്ക് ആൾക്ക് ജോലി കൂടുതൽ. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ ഉയരങ്ങളിലേക്കാണ്, ഹൈറ്റിലേക്കാണ് കേട്ടോ വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ. കുത്തനെയുള്ള കുറച്ചുകൂടി ടാസ്കും റെസ്പോൺസിബിലിറ്റീസും അതോറിറ്റീസും ഒക്കെ കൂടുതലുള്ള ചില കാര്യങ്ങൾ ആണ് അത്തരം സമയത്ത് കൊടുക്കുന്നത്, എംപ്ലോയീസ് കൊടുക്കുന്നത്. അപ്പൊ ഒരു വെർട്ടിക്കൽ എക്സ്പാൻഷൻ ഓഫ് റോൾ, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് അതോറിറ്റീസ്, ഇതാണ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ എംപ്ലോയിക്ക് ഇങ്ങനെ ഒരു അവസരങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ എന്താ പറയാ, അത്തരം അത് കിട്ടുന്ന ആളുകൾക്ക് റെക്കഗ്നേഷൻ, കുറച്ച് കൂടുതൽ അംഗീകാരം കിട്ടുന്നു, അഡ്വാൻസ്മെന്റ് കിട്ടുന്നു, റെസ്പോൺസിബിലിറ്റി, അവരുടെ ഉത്തരവാദിത്തങ്ങൾ കുറച്ച് വർദ്ധിക്കാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ വർദ്ധിച്ച് ഈവൻ ദ എംപ്ലോയി ക്യാൻ ടേൺ ടു എ മാനേജർ. ഇവിടെ എന്താന്ന് പറയാമോ, ഇത് ശരിക്കും ഈ ജോബ് എൻറിച്ച്മെന്റിന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള വർക്കുകൾ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല. ഇവിടെ വെർട്ടിക്കൽ എക്സ്പാൻഷൻ ആണല്ലോ, കുത്തനെ ഉണ്ടെങ്കിൽ ഉത്തരവാദിത്തങ്ങളും ടാസ്കും അല്ലെങ്കിൽ ഇതൊക്കെ അംഗീകാരം കൊടുത്തിട്ടാണ് മുകളിലേക്ക് കയറിയുള്ളത്. പക്ഷെ ഇങ്ങനെ കൊടുക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് കൂടുതൽ വെറൈറ്റി ഓഫ് ജോബ് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല. പിന്നെന്താണ്, ഈവൻ എംപ്ലോയി ക്യാൻ ടേൺ ഇൻ ടു എ മാനേജർ എന്നുള്ളതാണ്. ഒരു എംപ്ലോയിക്ക് അങ്ങനെ കയറി എന്താകാൻ സാധ്യതയുണ്ട്, മാനേജർ വരെ എത്താനുള്ള സാധ്യതകൾ ഒരുക്കി കിട്ടുന്നത്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി കൊടുക്കുന്നതാണ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ജോബ് എൻലാർജ്മെന്റ് ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ഓഫ് ടാസ്കുകളാണ്. അതേസമയം ജോബ് എൻറിച്ച്മെന്റ് വെർട്ടിക്കൽ എക്സ്പാൻഷൻ ഓഫ് ടാസ്ക്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെയാണ്. ഓക്കെ, രണ്ട് തമ്മിൽ മാറിപ്പോകരുത്. ജോബ് എൻറിച്ച്മെന്റും അണ്ടർലൈൻ ചെയ്യുക. കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ജോബ് എൻറിച്ച്മെന്റ്, ജോബ് എൻലാർജ്മെന്റ്, ജോബ് റൊട്ടേഷൻ, റീഇൻഫോഴ്സ്മെന്റ്. അടുത്തത് പഠിക്കാൻ പോകുന്നത് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ക്ലിയർ ആയല്ലോ? മറക്കൂലല്ലോ? 2-3 പ്രാവശ്യം കൂടി വായിച്ചു നോക്കുക. ക്ലിയർ ഇല്ലേ? മനസ്സിലായെന്ന് പറയാ, അർത്ഥം മനസ്സിലാക്കിയേ? തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റില്ലേ? ജോബ് എൻലാർജ്മെന്റ് അത് ഹൊറിസോണ്ടൽ ഒരു എക്സ്പാൻഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതായത് നമ്മളുടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വർക്കുകൾ കൊടുത്തിട്ട് ആ വർക്കേഴ്സിന്റെ ഹൈ ഓർഡർ ഓഫ് നീഡ്സ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റിംഗ് ആണ്. ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് ഓഫ് എൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു ദ അതർ ടു റെഡ്യൂസ് ഓർ ടു ഡിക്രീസ് മൊണോട്ടണി ആൻഡ് ബോർഡൻ. അതായത് ബോറണി അല്ലെങ്കിൽ മടുപ്പൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ജോബ് മാറ്റി കൊടുക്കുന്നു. അത് എംപ്ലോയീസിന് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ജോലി കൊടുക്കുകയല്ല ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ കൂടുതൽ സ്കിൽ ആൻഡ് നോളജ് ആ ഒരു കാര്യത്തിലും റിലേറ്റഡ് ആയിട്ടുള്ള ഇതിനോട് ബന്ധപ്പെട്ട ജോലി തന്നെയാണ് അത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് സ്കില്ലും നോളജൊക്കെ ലഭിക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് ഇംപ്രൂവിംഗ് ജോബ്, അത് വെർട്ടിക്കൽ എക്സ്പാൻഷൻ ആണ്. വെർട്ടിക്കൽ എക്സ്പാൻഷൻ ഓഫ് റോൾ, റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി ടു ഇംപ്രൂവ് ദ വർക്കേഴ്സ് ഡ്യൂട്ടി. അവരുടെ വർക്ക് കുറച്ചുകൂടി ജോബ് ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക. അങ്ങനെ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള എക്സ്പാൻഷൻ ഉണ്ട്. അവരുടെ എന്താ പറയാ സ്റ്റാൻഡേർഡ് ഇൻക്രിമെന്റ് ഒന്നും ഉണ്ടാവില്ല. അത് പ്രൊമോഷൻ. ഓക്കെ, അപ്പൊ അവർക്ക് എന്താ പറയാ ചെയ്ത ആ ജോലി അതിനകത്ത് ആ പറയുന്ന കാര്യങ്ങളിലുമുള്ള ഒരു അറിവും കഴിവൊക്കെ അവർക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. റെസ്പോൺസിബിലിറ്റീസ്, അഡ്വാൻസ്മെന്റ്, ഗ്രോത്ത് ഒക്കെ ഉണ്ടാകും. പിന്നീട് അത് അങ്ങനെ കയറി അത്തരം ജോബ് എൻറിച്ച്മെന്റ് ഒക്കെ കിട്ടുന്ന ആളുകളെ പിന്നീട് കുറെ കഴിയുമ്പോൾ പ്രൊമോഷൻ ആക്കണം. പ്രൊമോഷൻ എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ വന്നു കഴിയുമ്പോൾ ഇൻക്രീസ് ഇൻ ദ സാലറി. മനസ്സിലായോ? പ്രൊമോഷൻ എന്ന് പറയുന്നത് വരുമ്പോഴാണ്. ക്ലിയർ? മനസ്സിലായോ? പറയേ. യെസ്, ഓക്കെ. നെക്സ്റ്റ് വൺ റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഇതും ഈ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് എന്താ പറയാ പവർഫുൾ മോട്ടിവേഷണൽ ടൂൾ. മോട്ടിവേഷന്റെ മറ്റൊരു വളരെ ശക്തമായ ഒരു ടൂളാണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ?
കൂടുതൽ ശക്തരാക്കുക അല്ലെ, അവരെ റീഇൻഫോഴ്സ് ചെയ്യുക കൂടുതൽ. അപ്പൊ ഇതൊരു മോട്ടിവേഷൻ മറ്റൊരു ടൂളാണ്, പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് റീഇൻഫോഴ്സ്മെന്റ്. ഇനി ഈ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ടൂൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 2 പ്രിൻസിപ്പിൾസ്. പ്രധാനമായിട്ടും 2 രീതിയിലുള്ള പ്രിൻസിപ്പിൾസിലാണ് ഈ ഒരു ടൂള്, അതായത് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന മോട്ടിവേഷണൽ ടൂൾ അടങ്ങിയിരിക്കുന്നത്. എന്താണ് ആ 2 പ്രിൻസിപ്പിൾസ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, അതായത് ഇപ്പൊ നമ്മൾ പ്രൊവൈഡ് മോട്ടിവേഷൻ ടു ദ എംപ്ലോയീസ്, it should bring a positive change in that particular employee അല്ലെ. അതിന്റെ ഇപ്പൊ ഞാനോട് നമ്മുടെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് കുറെ മോട്ടിവേഷൻസ് പല രീതിയിലും പ്രൊവൈഡ് ചെയ്തു. ആ മോട്ടിവേഷന്റെ ഒരു കോൺസിക്വൻസ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിട്ട്. അങ്ങനെ മോട്ടിവേഷൻ കൊടുത്തു കഴിയുമ്പോൾ the employees must bring പോസിറ്റീവ് കോൺസിക്വൻസ്, പോസിറ്റീവ് റിസൾട്ട് തരണം എംപ്ലോയീസ്. വേണ്ടേ? വേണ്ടേ? പറ. മോട്ടിവേഷൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവരിൽ നിന്നും നമുക്ക് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പോസിറ്റീവ്സ്, അവരുടെ ജോബ് പെർഫോമൻസിൽ, അവരുടെ എന്താ പറയാ ലോ ആൻഡ് ഓർഡേഴ്സ് അവർ ഫോളോ ചെയ്യുന്നതിൽ, അവരുടെ ഡിസിപ്ലിനില്, അല്ലെ, ഒരുപാട് കാര്യങ്ങളിൽ അവർ പോസിറ്റിവിറ്റി കാണിക്കണം എംപ്ലോയീസ്. അതാണ് അതിന്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത്. മോട്ടിവേഷന്റെ കോൺസിക്വൻസ് അതാണ്. They have to give better results, നല്ല നല്ല റിസൾട്ടുകൾ എംപ്ലോയീസ് തരണം. അങ്ങനെ പോസിറ്റീവ് ആയിട്ട് നമുക്ക് കോൺസിക്വൻസുകൾ കിട്ടുകയാണെങ്കിൽ ദാറ്റ് മീൻസ് എംപ്ലോയീസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു, അവർ അവരുടെ ലോസ് ആൻഡ് ഓർഡേഴ്സ് ഒക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്നു, അവർ കൂടുതൽ കമ്മിറ്റ്മെന്റോട് ജോയിൻ ചെയ്യുന്നു, ഓർഗനൈസേഷന്റെ ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടി അവരുടെയും കൂടി കൂടുതൽ എഫേർട്ടുകൾ അവർ ഇടുന്നു. ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള കോൺസിക്വൻസ് ഇഫ് ഇറ്റ് ഈസ് ബ്രോഡ് ബൈ ദ എംപ്ലോയീസ് അത് കൊണ്ടുവരാണെങ്കിൽ ആ ഒരു മോട്ടിവേഷൻസ് എന്ത് ചെയ്യണം? അത്തരം മോട്ടിവേഷണൽ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആര്? ബിസിനസ് ഓർഗനൈസേഷൻ. കാരണം നമുക്ക് അതിൽ നിന്ന് റിസൾട്ട് കിട്ടാൻ കഴിയാം. അപ്പൊ നമുക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാത്ത എന്തെങ്കിലും കാര്യമാണെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ തൊട്ട് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ, if the behavior of the employees seem to be negative, എന്നാൽ നമ്മൾ മോട്ടിവേഷൻസ് കൊടുത്തു, ആദ്യ പ്രാവശ്യം എന്തെങ്കിലും കണ്ടിട്ട് മോട്ടിവേഷൻ കൊടുത്തു, പക്ഷെ പിന്നീടുള്ള എംപ്ലോയീസിന്റെ പെർഫോമൻസ് അപ്രൈസൽ പെർഫോമൻസ് നമ്മൾ അസസ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് തോന്നി കണ്ടതെന്താ? അതിന്റെ കോൺസിക്വൻസ് മോട്ടിവേഷൻ കഴിഞ്ഞിട്ട് പിന്നെ വലിയ കാര്യമായിട്ട് ഇഫക്റ്റ് ഒന്നുമില്ല, ചിലപ്പോൾ അതിന്റെ കോൺസിക്വൻസ് നെഗറ്റീവായി എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ല. മോട്ടിവേഷൻസ് എംപ്ലോയീസിന് കൊടുക്കുന്നത് ടു ഗെറ്റ് ബെറ്റർ റിസൾട്ട്സ്, 100% അവരിൽ നിന്ന് റിസൾട്ട് കിട്ടുന്ന, അവർ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഓർഗനൈസേഷന്റെ ഗോൾസ് ലക്ഷ്യം വെച്ച് തന്നെ പ്രവർത്തിക്കണം. അത് കിട്ടുന്നില്ല, പോസിറ്റീവ് റിസൾട്ട് ആണ് തരുന്നതെങ്കിൽ ഇറ്റ് ഷുഡ് ബി റിപ്പീറ്റഡ്. ആ മോട്ടിവേഷണൽ പ്രോസസ്സുകൾ വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. നെഗറ്റീവ് ആയിട്ടുള്ള കോൺസിക്വൻസ് ആണ് കിട്ടുന്നതെങ്കിൽ അത് അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യും. എന്ത്? അത് റിപ്പീറ്റ് ചെയ്തില്ല, വേണ്ട, അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഇവിടുന്ന് മോട്ടിവേഷൻ കൊടുക്കാൻ ഫിനാൻഷ്യലിയോ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻസ് ഒക്കെ കൊടുത്തിട്ടും വേറെ പ്രധാനപ്പെട്ട വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല എങ്കിൽ അത്തരം കാര്യം വീണ്ടും ചെയ്ത് വെറുതെ നഷ്ടമായിട്ട് വെക്കണോ? വേണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്നില്ല. അതാണ് 2 പ്രിൻസിപ്പിൾസ്. ക്ലിയർ ആയ 2 പ്രിൻസിപ്പിൾസ് ഉണ്ടാ. ആ സീനിയർ എനിക്ക് പോയിന്റ് അല്ല, സീ എന്ന് പറയുന്ന നമ്പർ ഇട്ടിട്ടുണ്ട്, അത് വേണ്ട, നമ്പറാണ് വേണ്ടാത്തത്. താഴോട്ട് സെന്റൻസ് അവിടെ കിടക്കോട്ടെ, അതൊക്കെ പാരഗ്രാഫായിട്ട് തുടങ്ങിയതാണ്. ക്ലിയർ ആയോ? 2 പ്രിൻസിപ്പിൾസ് എല്ലാവർക്കും മനസ്സിലായോ? റീഇൻഫോഴ്സ്മെന്റ് എ പവർഫുൾ ടൂൾ, motivational tool ആണ് reinforcement, and it is based on 2 principles. The behavior which seems to lead to a positive consequence or reward tends to be repeated. By behavior that seems to lead to a negative consequence ആണ് ഉണ്ടാകുന്നതെങ്കിൽ not to be repeated. ഈ 2 പ്രിൻസിപ്പിൾസിലാണ് നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ആ പവർഫുൾ മോട്ടിവേഷണൽ ടൂൾ ബേസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? സോ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസസ് മോട്ടിവേഷൻസ് കിട്ടുമ്പോൾ ആളുകളുടെ പെരുമാറ്റത്തിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ എന്തുണ്ടാകും? മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. കാരണം റിവാർഡ്സ് അല്ലെ, അവർക്ക് ഓരോ പർട്ടിക്കുലർ മോട്ടിവേഷൻസിലൂടെ റിവാർഡുകൾ ഫിനാൻഷ്യൽ ആയിട്ടോ അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ആയിട്ടോ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് പീപ്പിൾസിന്റെ എന്താ പറയാ പെരുമാറ്റങ്ങളിലും മറ്റു കാര്യങ്ങളൊക്കെ ചേഞ്ചസ് അവിടെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതിൽ ചിലപ്പോൾ 1% ഒക്കെ ആയിരിക്കും നെഗറ്റീവ് ഇഫക്റ്റിലേക്ക് പോകുക. അതല്ലെങ്കിൽ മോട്ടിവേഷൻസിലൂടെ എന്ത് ചെയ്യാം? പെർഫോമൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത പോയിന്റാണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. അനദർ വൺ, അടുത്ത നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മോട്ടിവേഷൻസിൽ വരുന്നതാണ് ക്വാളിറ്റി ഓഫ് വർക്ക്. നമുക്കറിയാം ക്വാളിറ്റി ഓഫ് വർക്ക് എല്ലാവർക്കും ഒരുപോലെയാണോ? ഒരാളുടെ ക്വാളിറ്റി ആണോ മറ്റൊരാൾക്ക് ജോലി ചെയ്യുന്നതിന് എല്ലാവരും ഒരുപോലെയുള്ള ക്വാളിറ്റിയോടെ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ
എത്ര നന്നായിരുന്നു അല്ലെ? ബിസിനസ് ഓർഗനൈസേഷൻസ് അങ്ങനെയല്ല, എല്ലാവർക്കും ഡിഫറെന്റ് പേഴ്സൺസ് ആണ്. സോ ദേ ഹാവ് ഡിഫറെന്റ് ക്വാളിറ്റി ഓഫ് വർക്ക്. ഓരോരുത്തർക്കും അവരവരുടെ വർക്കിന്റെ ക്വാളിറ്റി വ്യത്യസ്തമായിരിക്കും. ഇനി ആ വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്വാളിറ്റി ഓഫ് വർക്ക് അനുസരിച്ചിട്ടാണ് ബെറ്റർ എന്താ പറയാ അഡ്വാൻസ്മെന്റ്, ക്രിയേറ്റീവ് ടാസ്ക്, സക്സസ്ഫുൾ കാര്യം. ഇത് ഇങ്ങനെ പുതിയ പുതിയ ആളുകൾ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ, അതായത് പുതിയ റിക്രൂട്ട്മെന്റുകളൊക്കെ വരുമല്ലോ, യങ്സ്റ്റേഴ്സ്, അതായത് നമ്മുടെ പുറത്തുള്ള പുതിയതായിട്ട് പഠിച്ച് പുതിയ എൻട്രൻസുകൾ അതിലേക്കൊക്കെ ജോലി ചെയ്യാൻ വരുന്ന ഫ്രഷർ ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ എന്താ പറയാ നല്ല ക്രിയേറ്റീവ് സ്കില്ലും ഐഡിയാസും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ആഫ്റ്റർ ഗെറ്റിംഗ് മോട്ടിവേഷൻ കൂടി വൈകിട്ടും ട്രെയിനിങ് ഒക്കെ കിട്ടി കഴിയുമ്പോൾ അത് അവരുടേതായ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് അവസരങ്ങൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അപ്പൊ ക്വാളിറ്റി ഓഫ് വർക്ക് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എംപ്ലോയീസിന്റെ എന്താ പറയാ പെർഫോമൻസിൽ നമുക്ക് എൻകറേജ് ചെയ്യാൻ സാധിക്കും. എംപ്ലോയീസിന്റെ കൂടുതൽ മോട്ടിവേറ്റ് ആക്കാനും പറ്റും. ക്വാളിറ്റി ഓഫ് വർക്ക് ക്ലിയർ ആയോ? ക്വാളിറ്റി ഓഫ് വർക്കിലായിരിക്കും അതുപോലെ തന്നെ ഒരു നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷനിൽ വരുന്നതാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഏറ്റവും അവസാനത്തേതാണ് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ്. അതല്ല പോയിന്റ് ആണ്. അവിടെ ആ ബുള്ളറ്റ് വന്നിട്ടില്ല, എന്റെ നോട്ടിലില്ല, നിങ്ങളുടെ ഉണ്ടാകണമായിരിക്കും, ചിലപ്പോ ഉണ്ടാവാം. ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ഇവിടെ ഉണ്ടാകുന്നത് ഒരു റിവാർഡാണ്. അതായത് പറഞ്ഞാൽ തന്നെ ചിലപ്പോഴേ ഈ ഒരു ഇത് ഇല്ല അവിടെ കുറിച്ചിട്ടോ അതൊരു പോയിന്റാണ്. ഫ്ലെക്സിബിൾ വർക്കിംഗ് ഒരു എന്താ പറയാ കൃത്യതയില്ലാത്ത ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ്. അതായത് ഒരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസ് ക്യാൻ ചൂസ്, they are free to choose their own time. ഏത് സമയത്ത് ജോലി ചെയ്യാമെന്നുള്ളത് അവർക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇങ്ങനെ ഒരു ഒഴിവുണ്ട്, ശരി, അപ്പൊ നിങ്ങൾക്ക് അവർ ജോലി ചെയ്യാനായിട്ട് ചില ആളുകൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതെ അതെ, നെക്സ്റ്റ് പോയിന്റ് ആണ്, ലാസ്റ്റ് പോയിന്റ് ആണ്. ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് പറയുന്നത് ലാസ്റ്റ് പോയിന്റ് ആണ്. ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് എന്താ പറയാ വളരെ എന്താ പറയാ ക്വാളിഫിക്കേഷനും ഒരുപാട് നല്ല രീതിയിലുള്ള എന്താ പറയാ പെർഫോം ചെയ്യാൻ കഴിവുള്ള കാൻഡിഡേറ്റ്സ് നമ്മൾ ഇന്റർവ്യൂടെ സെലക്ട് ചെയ്തെടുത്തു. പല കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഒരു എംപ്ലോയിനെ ഓർഗനൈസേഷനിൽ ജോലിക്കാരെ നമ്മൾ എടുക്കുന്നത് അല്ലെ? അങ്ങനെ എടുക്കുന്ന സമയത്ത് കുറെ പാരാമീറ്റേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ആ ജോലി അസൈൻ ചെയ്ത് പ്രൊവൈഡ് ചെയ്ത് അവർക്ക് കൊടുക്കുന്നത്, ജോലിക്ക് എടുക്കുന്നത്, അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില എംപ്ലോയീസിന് ചില ഒരു എന്താ പറയാ അഡ്വാൻറ്റേജ് കിട്ടാറുണ്ട്. ഇവിടെ എംപ്ലോയീസ് ആർ ഫ്രീ ടു ചൂസ് ദെയർ ടൈം. അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾക്ക് നമുക്ക് എപ്പോ വന്ന് ജോലി ചെയ്യാൻ പറ്റും, അത് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. ഇപ്പൊ വൈകുന്നേരം ഈവനിങ് ടൈമാണോ നിങ്ങൾക്ക് പറ്റുന്നത് അല്ലെ? കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമാണോ എന്ന് ചോദിക്കാണ്. ആ ഒരു ചോദ്യം ചോദിച്ച് അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ വന്ന് ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ്. അത് ഒരു മോട്ടിവേഷൻ ആണ് കണ്ടോ? അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ ആവശ്യമുണ്ട്, ഓർഗനൈസേഷൻ നമ്മുടെ സേവനം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് എന്ത് സൗകര്യത്തിന് ആ ഒരു ടൈം അവിടെ തന്നിരിക്കുന്നത് കണ്ടോ? അല്ലെങ്കിൽ പറയില്ലേ വേണ്ട ഞങ്ങൾക്ക് വേറെ ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടും കണ്ടോ? അങ്ങനെയാണ്. പക്ഷെ ഇതും ഒരു മോട്ടിവേഷൻ ആണ്. അങ്ങനെ ഒരു എംപ്ലോയീസ് എനിക്ക് അതിന്റെ സമയത്തിന് എന്താ പറയാ കൺവീനിയന്റ് ആയിട്ടുള്ള സമയത്തിന് അവർ ആ ജോലി എനിക്ക് പ്രൊവൈഡ് ചെയ്യല്ലോ എന്ന് മോട്ടിവേഷൻ. അത് കാശ് കൊടുത്തിട്ടല്ല, പക്ഷെ ഒരു സൗകര്യമാണ്, ഒരു ഫെസിലിറ്റിയാണ് അവർക്ക് അങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ വരുന്ന സമയം പോകുന്ന സമയത്ത് ഡിസൈഡ് അവർക്ക് എന്നെ സ്വന്തമായിട്ട് തീരുമാനിക്കാം ഏത് സമയത്ത് വന്ന് ജോലി ചെയ്യണം, ഏത് സമയത്ത് ഇറങ്ങി പോകണം എന്നുള്ളത്. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതും മോട്ടിവേഷൻ ഒരു ടൂളാണ്. ക്ലിയർ ആയോ? ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ഇസ് ക്ലിയർ? മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ നമ്മുടെ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻസിൽ വരുന്നതാണ് കേട്ടോ. എത്ര പോയിന്റ് പറഞ്ഞു? എത്ര പോയിന്റുകൾ പറഞ്ഞു? മാനേജ്മെന്റ് ടെക്നിക്സിനകത്ത് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സിൽ വരുന്നത് appraisal, praise and prestige, status and pride, competition, participation, delegation of authority, job enlargement, job rotation, job enrichment, then reinforcements, quality of work and working hours. മനസ്സിലായല്ലോ എല്ലാവർക്കും? മനസ്സിലായില്ലേ? ലാസ്റ്റ് പാർട്ടാണ്, കുറച്ച് ഭാഗം കൂടി ഉണ്ട്. നമ്മുടെ ഗ്രീവാൻസ് എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന
ആ ഒരു ചാപ്റ്ററിന്റെ ഏകദേശം അവസാന ഭാഗമാണ്. ലാസ്റ്റ് ടോപ്പിക് ആണ് നമ്മുടെ എംപ്ലോയി മൊറൈൽ. എംപ്ലോയി മൊറൈൽ എന്ന് പറഞ്ഞാൽ എന്താ? Employees, while they are doing their duties or performing their job, but they have to do it with the zeal, confidence, enthusiasm. അല്ലെ? ഓരോ ജോലിക്കാരും അവരുടെ ജോലി ചെയ്യുമ്പോൾ അവർ വളരെയധികം എന്താ പറയുക, zeal means extra happiness ആണ് അല്ലെ? നല്ല കമ്മിറ്റ്മെന്റോടെ, വളരെ സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ, വളരെ കോൺഫിഡന്റ് ആയിട്ട് അവര് ജോലി ചെയ്യും. അങ്ങനെ ഓരോ എംപ്ലോയീസും അവര് അവരുടെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ എംപ്ലോയി മൊറൈലിലേക്ക്. മൊറൈൽ എന്ന് പറഞ്ഞ ഫീലിംഗ് ഓഫ് enthusiasm, zeal, confidence, happiness. അതാണ് ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന ആത്മവിശ്വാസം, അല്ലെങ്കിൽ വിശ്വാസം, സന്തോഷം, ഉത്സാഹം, അതെയാണ് മൊറൈൽ. അത് എംപ്ലോയീസിനെ എന്തായാലും തീർച്ചയായും ജോലി ചെയ്യുമ്പോൾ അത് വേണം. കാരണം they have to do their duties which is allotted to them. അവർക്ക് കൊണ്ടിരിക്കുന്ന ജോലി ഈ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം. എന്നുവെച്ചാൽ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എന്താ പറയാ ദേഷ്യത്തോടെ ആരോടെങ്കിലും പള്ളിയൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് പറയുന്ന ജോലി ചെയ്യുകയല്ല അല്ലെ? വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു മൈൻഡില് ഇത് ജോലി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വളരെ 100% റിസൾട്ട് കിട്ടുന്ന ഒരു ജോലി ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എല്ലായ്പ്പോഴും അല്ലെ? നമ്മൾ എപ്പോഴെങ്കിലും ചിലപ്പോൾ മനസ്സിന് വിഷമിച്ചോ അല്ലെങ്കിൽ സങ്കടം കൊണ്ടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടു ആ ദേഷ്യത്തിന്റെ അത് കിടന്നിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വേദനകള് ഫിസിക്കൽ ഒരു എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ തന്നെ പറ്റും അല്ലെ? അപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്താ പറയാ കൊടുക്കാൻ പറ്റില്ല, നമ്മുടെ ആ ഒരു പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ? വെൻ വി ആർ ഫ്രീ ഫിസിക്കലിയും മെന്റലിയും നമ്മൾ ഫ്രീ ആകുമ്പോഴാണ് വി ക്യാൻ പെർഫോം അവർ ഡ്യൂട്ടീസ് വെൽ. നമുക്ക് നമ്മുടെ ജോലി നല്ല രീതിയിൽ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനോട് എപ്പോഴെങ്കിലും വരുന്നു തീർന്നാൽ പറ്റിയായിരുന്നു, ഒന്ന് പോണം, എനിക്ക് വലിയ അത് മനസ്സിന്റെ വിഷമം, അങ്ങനെയൊക്കെ. അപ്പൊ മൊറൈൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെന്റൽ കണ്ടീഷൻ, മനസ്സിന്റെ ഒരു അവസ്ഥയാണ് നമ്മൾ മൊറൈൽ എന്ന് വിളിക്കുക. അത് ഇൻഡിവിജ്വൽസിനും അതുപോലെ തന്നെ ഗ്രൂപ്പ്സിനും ഒക്കെ they have to be ready to cooperate with each other. അല്ലെ? ഒരു ഓർഗനൈസേഷനിലേക്ക് ജോലിക്ക് വരുമ്പോ എന്റെ മെന്റൽ സ്റ്റേറ്റസ് അല്ലെങ്കിൽ എന്റെ മെന്റൽ കണ്ടീഷൻ ഐ ഹാവ് ടു മിങ്കിൾ വിത്ത് അതർ വർക്കേഴ്സ് അല്ലെ? ജോലിക്കാരുടെ കൂടെ മറ്റും ടീച്ചേഴ്സിന്റെ കൂടെ ജോലി ചെയ്യേണ്ടതാ. അപ്പൊ എന്റെ മെന്റൽ കണ്ടീഷൻ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം. കാരണം നമുക്ക് ഒരു ഓർഗനൈസേഷൻ വരുമ്പോൾ ഒരുപാട് പല സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും അല്ലെ? ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടില്ല, അവൻ ചെയ്യുന്ന ചില പ്രവർത്തികൾ നമുക്ക് ഇഷ്ടപ്പെടില്ല അല്ലെ? എല്ലാവരുടെയും നേച്ചർ ഡിഫറെന്റ് ആണോ? ഈ ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ പഠിച്ചത് തന്നെയാണ് ഡൈനാമിക് നേച്ചർ ഓഫ് ഹ്യൂമൻ ബീയിങ്. മനുഷ്യന്മാരുടെ പ്രവർത്തികൾ എല്ലാവർക്കും നേച്ചറും സ്വഭാവ രീതിയും ഒക്കെ വ്യത്യസ്തങ്ങളാണ്. അപ്പൊ ഈ വ്യത്യസ്തങ്ങളായിട്ട് ഒത്തിരി ആളുകളുടെ ഇടയിൽ കിടന്ന് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ഹാപ്പി ആയിട്ട് നമ്മൾ ജോലി ചെയ്യാൻ നമുക്ക് ചുറ്റുള്ളവരും ഹാപ്പി ആയിരിക്കണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. അതാണ് എംപ്ലോയി മൊറൈൽ എന്ന് പറയുന്നത്. സോ ദെൻ ഓൺലി വി ക്യാൻ ഡു അവർ ഡ്യൂട്ടീസ് വെൽ. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ അസൈൻ ചെയ്തിരിക്കുന്ന ജോലികൾ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? മൊറൈൽ മീൻസ് a feeling of enthusiasm, zeal, confidence in individuals or groups that they will be able to handle the task allotted to them. തങ്ങൾക്ക് തന്നിരിക്കുന്ന ജോലികളെ വളരെ സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും അതുപോലെ തന്നെ വിശ്വാസത്തോടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫീലിംഗ്, ആ ഒരു അവസ്ഥ, മാനസിക അവസ്ഥ, അതിനെയാണ് മൊറൈൽ എന്ന് വിളിക്കുക. അതൊരു മാനസിക അവസ്ഥ തന്നെയാണ്. മെന്റൽ കണ്ടീഷൻ പുറത്തേക്ക് വെച്ച് തുറന്നൊന്നും മനുഷ്യൻ എംപ്ലോയീസിന്റെ മുറയിൽ എങ്ങനെയാണ് പെർഫെക്റ്റ് ആണോ ഓക്കെ ആണെന്ന് എടുത്ത് പുറത്തു വെച്ച് നമുക്ക് കാണാൻ പറ്റുന്നതല്ല. ക്ലിയർ ആയോ? ആ രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തേ. ഫസ്റ്റ് സെന്റൻസ്. സെക്കൻഡ് സെന്റൻസ് moral is a mental condition or attitude of individuals and groups. Individuals and groups മതി കേട്ടോ. moral is a mental condition or attitude of individuals and groups. Then ഈ നല്ലൊരു നല്ല എൻതൂസിയാസ്റ്റിക് അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയാ കോൺഫിഡൻസോടുകൂടി അതൊക്കെ എവിടെ വരണം? ഇറ്റ് ഈസ് എ വോളണ്ടറി പെർഫോമൻസ്. പെർഫോമൻസ് മീൻസ് പെർഫോമൻസ് ആണ്. വോളണ്ടറി എന്ന് പറഞ്ഞാൽ ഈ മൊറൈൽ എന്ന് പറയുന്നത് പുറത്തൊന്നും നമുക്ക് തരാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി ക്രിയേറ്റഡ് ബൈ അവേഴ്സെൽവ്സ് അല്ലെ? അത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. എനിക്ക് സന്തോഷിക്കണം, എനിക്ക് എന്താ പറയാ സന്തോഷത്തോടെ എന്റെ ജോലി ചെയ്യണം, കോൺഫിഡന്റ് ആയിട്ട് എന്റെ ജോലി ചെയ്യണം, ഉത്സാഹത്തോടെ ചെയ്യണം, സ്മാർട്ടായി ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കണം അല്ലേ? അത് പുറത്തുനിന്ന് ആർക്കും തരാൻ പറ്റുമോ? പുറത്തുനിന്ന് നല്ല രീതിയിൽ നമ്മളെ എന്താ പറയാ നമുക്ക് ചെയ്യേണ്ട സൗകര്യങ്ങളൊക്കെ പുറത്തൊരുക്കി തരാനേ പറ്റുള്ളൂ. പക്ഷെ ഇതിന്റെ എല്ലാം എന്താ പറയാ ആ ഒരു റിസൾട്ട് നമ്മുടെ പെർഫോമൻസിൽ എഴുതുന്നത്. ആ പെർഫോമൻസ് ഷുഡ് ബി ഡൺ ബൈ ദ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ. അതാണ് എംപ്ലോയി തന്നെ ചെയ്യുന്നത്.
ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ഉള്ളിൽ നിന്നാണ് അത് വരണ്ടേ. മനസ്സിലായി? നമ്മള് എങ്ങനെയാണ് ഹൗ വി റിലേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ, ഹൗ ക്യാൻ വി കോപ്പറേറ്റ് വിത്ത് അതേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ, അത് ആൻഡ് ടു അച്ചീവ് ദാറ്റ് ഓർഗനൈസേഷൻ ഗോൾസ്. ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഓർഗനൈസേഷനിലെ മറ്റുള്ളവരുമായി എങ്ങനെ ഇടപെടുന്നു, എങ്ങനെ സഹകരിക്കുന്നു, എങ്ങനെ നമ്മളുടെ എന്താ പറയുക ജോലികളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് വോളണ്ടറി എന്നാണ് പറയുന്നത്. വോളണ്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വമേധയ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ പ്രത്യക്ഷമായിട്ട് കാണുന്നത് അവരുടെ ഗുഡ് നിന്നാണ്. ആ എംപ്ലോയിയുടെ പെർഫോമൻസ് മനസ്സിലാകും. മനസ്സിലായോ? ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, അത് ചെയ്യണമെന്നില്ല. അടുത്തതാണ് എംപ്ലോയി ഗ്രീവൻസ്. എംപ്ലോയി ഗ്രീവൻസ് ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ, ഡിസ്കണ്ടന്റ്മെന്റ്. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ സംതൃപ്തി. അപ്പൊ ഡിസാറ്റിസ്ഫാക്ഷൻ എന്താ? അതിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലെ? സംതൃപ്തി ഇല്ലായ്മ. കണ്ടന്റ്മെന്റ് പറഞ്ഞാൽ എന്താ പറയാ, ഫുള്ളി കണ്ടന്റ് എന്ന് വെച്ചാൽ എനിക്ക് നല്ല എന്താ പറയാ അത് നമുക്കെല്ലാം കിട്ടി, എല്ലാം തികഞ്ഞു അല്ലെ, നമുക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല, നമുക്ക് ഒന്നിലും എന്താ പറയാ താല്പര്യക്കുറവൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ. കണ്ടന്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് താല്പര്യക്കുറവ്. യെസ്, ഇതെന്ന് പറയുന്നത് എംപ്ലോയി ഗ്രീവൻസ് എന്ന് പറയുന്നത് ചില സമയത്ത് എംപ്ലോയീസ് വിൽ ഹാവ് സം കംപ്ലയിന്റ്സ് maybe regarding wages, salary, working hours, working conditions, maybe regarding the management practices, മാനേജ്മെന്റിന്റെ ചില പ്രവർത്തനങ്ങൾക്കുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സാലറി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കുണ്ടോ, അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് അത്ര നല്ലതല്ല, ജോലി ചെയ്യാൻ ഉള്ള സൗകര്യങ്ങളൊന്നും നല്ല രീതിയിലല്ല തന്നെ, ഒരു ആവശ്യത്തിന് നല്ലൊരു വാഷ്റൂം ഇല്ല, ജോലി ചെയ്യാൻ പറയുന്നത് ഇത്രയും എംപ്ലോയീസ് ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് സൗകര്യത്തിന് ഒന്ന് എന്താ പറയാ ഹൈജീനിക് ആകാനുള്ള ചില സാഹചര്യങ്ങളൊക്കെ വേണം, അതിനുള്ള ഫെസിലിറ്റീസ് ഒരു പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ബിസിനസ് ഓർഗനൈസേഷനിൽ മിക്കവാറും എംപ്ലോയീസിന്റെ ഇടയിൽ ചില ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ, ചില കുഞ്ഞു പരാതികളല്ലേ. ഈ പരാതികൾ എല്ലാം കൂടി ചേർന്നതിനെയാണ് നമ്മൾ ഗ്രീവൻസ് വിളിക്കുക. മനസ്സിലായി? അവർക്കൊക്കെ എന്തെങ്കിലും താല്പര്യക്കുറവ്, തൃപ്തിക്കുറവുണ്ട്. ആ തൃപ്തിക്കുറവുകളാണ് എന്ത് വിളിക്കുക നമ്മള്. അത് ചെറിയ പരാതികളല്ല, അവർക്ക് ഇതൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ജോലി ചെയ്യാം, പരസ്പരം അങ്ങോട്ടും പറയും അല്ലെ, അങ്ങനെയൊക്കെ. അത് ആ കംപ്ലൈന്റുകളാണ് ഒന്നിച്ച് നമുക്ക് എന്ത് പറയാം ഗ്രീവാൻസ് വിളിക്കാം. കംപ്ലൈന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഗ്രീവാൻസിലേക്കാണ് നയിക്കുക. ഈ പറയുന്ന തൃപ്തിക്കുറവ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് റിലേറ്റഡ് ടു ദ വർക്ക്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അത് വർക്കുമായി ബന്ധപ്പെട്ടതാകും, സാലറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഇറ്റ് ഷുഡ് ബി ബ്രോട്ട് ഇൻ ടു ദ നോട്ടീസ് ഓഫ് മാനേജ്മെന്റ്. ഇത്തരം പരാതികൾ വരുമ്പോഴത്തേക്ക് താല്പര്യക്കുറവും സംതൃപ്തിയും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് അത് ചെയ്യുന്നത് അവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാകണം ഇല്ല. അത് അറിയിക്കണം, മാനേജ്മെന്റിലേക്ക് എത്തിക്കണം അല്ലെ. ഡിസ്കണ്ടന്റ്മെന്റ് കാര്യത്തില് താല്പര്യക്കുറവ്, സംതൃപ്തി കുറവുണ്ട്. അത് മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മാത്രമാണ് ദിസ് കംപ്ലയിന്റ്സ് ഓർ ഗ്രീവൻസ് ക്യാൻ ബി എന്താ പറയാ റീഡ്രസ്ഡ്. ഇതിനെ പരിഹരിക്കാൻ പറ്റുള്ളൂ, ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ മാനേജ്മെന്റിനെ പറ്റുള്ളൂ. മനസ്സിലായോ? എംപ്ലോയീസ് ഉണ്ടാകുന്ന ഇത്തരം ഗ്രീവൻസുകള്, കംപ്ലൈന്റുകള് മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. അപ്പൊ ഗ്രീവൻസ് എന്ന് പറയുന്നത് കംപ്ലൈന്റ് ഫൈൽഡ് ബൈ ആൻ എംപ്ലോയി ആൻഡ് ക്ലെയിമിംഗ് അൺഫെയർ ട്രീറ്റ്മെന്റ്. ഒരു ഓർഗനൈസേഷന് എംപ്ലോയീസിനെ ശരിയായ രീതിയിൽ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടേതായ ആവശ്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഒരു റിട്ടേൺ കംപ്ലൈന്റ് ഫയൽ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ഗ്രീവൻസ് വിളിക്കുക. മനസ്സിലായോ? റിട്ടേൺ കംപ്ലൈന്റ് എഴുതി കൊടുക്കണം. ഞങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ പരാതിയുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ഇത്രയും ജോലിക്കാർ ഇവിടെ ഉണ്ട്, രാവിലെ വരുമ്പോഴാണ് ഞങ്ങൾ വിളിക്കുന്നത്, കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാകും, അതിനൊന്നും ഫെസിലിറ്റീസ് ഒന്നും ഇവിടെ ഇല്ല, ഒട്ടേറെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു, അത് ഹൈജീനിക് അല്ല, നമുക്ക് അതിന്റെ അടുത്ത് പോലും പോകാൻ പറ്റില്ല, അത് സാഹചര്യങ്ങളുണ്ടാകും. അങ്ങനെ വൃത്തിയാക്കാനുള്ള ആളുകളെ നമ്മൾ വെച്ചിട്ടില്ല, ഞങ്ങളെ അതിനകത്ത് ഉപയോഗിക്കുകയാണ്. ഓക്കെ, സോ ഇതൊക്കെ കംപ്ലൈന്റുകളാണ്. ഇത്തരം ഗ്രീവൻസുകളെല്ലാം എല്ലാവരും ചേർന്നിട്ട് ഒരുമിച്ച് ചേർന്ന് ഒരു കംപ്ലൈന്റ് പോലെ എഴുതി കൊടുക്കുന്നു. അതിനെയാണ് നമുക്ക് ഗ്രീവൻസ് വിളിക്കുക. ക്ലിയർ ആയോ? അത് ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം, ലാസ്റ്റ് സെന്റൻസ് ആ ബുള്ളറ്റിൽ 1, 3 അണ്ടർലൈൻ ചെയ്യാം. ഒന്നാമത്തെ ബുള്ളറ്റും മൂന്നാമത്തെ ബുള്ളറ്റും അണ്ടർലൈൻ ചെയ്യാം.
A grievance is a written complaint filed by an employee and claiming unfair treatment. മനസ്സിലായോ? മനസ്സിലായില്ലേ? നെക്സ്റ്റ് വൺ, കോസസ് ഓഫ് ഗ്രീവൻസ്. ഇനി എന്താണ് ഈ ഗ്രീവൻസിനുള്ള കാരണങ്ങൾ? കുറച്ച് കാരണങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഗ്രീവൻസുകൾ വരാൻ വേണ്ടി എങ്ങനെയൊക്കെയാണെന്ന്, എന്തിനെ സംബന്ധിക്കുന്ന പരാതികളും താല്പര്യക്കുറവും തൃപ്തിക്കുറവൊക്കെ ഉണ്ടാകും. കാര്യം പറയുന്നതാണ്. ഒന്ന് റിഗാർഡിംഗ് വേജസ്, അവരുടെ സാലറി വേജസ് സംബന്ധമായിട്ടുള്ളത്. ചിലപ്പോഴൊക്കെ ഇത്ര രൂപ സാലറി, ഇത്ര രൂപ കൂലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മള് ആ മാസത്തെ ജോലി കഴിഞ്ഞ് പിറ്റേ മാസം സാലറി കിട്ടി കഴിയുമ്പോ ചിലപ്പോ ആ പറഞ്ഞ അത്രയും ഇല്ല. അപ്പൊ നമുക്ക് എന്തുണ്ടാകും? ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലോ. ഇത്രയുള്ള പറഞ്ഞത് എന്നിട്ടൊന്നുമില്ലല്ലോ. എന്താ അത് കാരണം? നമ്മുടെ മനസ്സിൽ നമ്മളെ അടുത്തിരിക്കുന്ന അടുത്ത ജോലിക്കാരൻ കൂടെയുള്ള വർക്ക് ചെയ്യുന്നവരോട് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാ, അങ്ങനെയാണോ അല്ലെ ചോദിക്കുന്നതൊക്കെ. അപ്പൊ അതൊക്കെ റിഗാർഡിംഗ് വേജസ് സംബന്ധമായിട്ടുള്ള പരാതികളും പരിഭവങ്ങളും താല്പര്യക്കുറവും തൃപ്തിക്കുറവും ഒക്കെ ഉണ്ടാകും. റിഗാർഡിംഗ് സൂപ്പർവിഷൻ സംബന്ധമായിട്ട് ചിലപ്പോ സൂപ്പർവൈസ് ചെയ്യാൻ ജോലിക്കാർക്ക് ജോലിക്ക് സൂപ്പർവൈസ് ചെയ്യാൻ സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ സൂപ്പർവൈസേഴ്സ് അത് മര്യാദയ്ക്ക് വന്ന് ആളുകളെ എങ്ങനെയൊക്കെ ജോലിയിൽ നിന്നൊക്കെ നോക്കുമ്പോ ചില ആളുകളോടൊക്കെ ചില പ്രത്യേക പരിഗണന കാണിക്കുന്നു. അത് ജോലി ചെയ്തില്ലെങ്കിലും കണ്ടടയ്ക്കുന്നു. മറ്റുള്ളവര് കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ അവരോട് വേറെ ഏതെങ്കിലും രീതിയിൽ അത് അങ്ങനെ സൂപ്പർവൈസർ എന്താ പറയാ ബന്ധപ്പെട്ടിട്ടുള്ള ചില പരാതികളും പരിഭവങ്ങളും എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ്. ഒരു വ്യക്തി നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ they need some advancement. അവർ ചെയ്യുന്ന ജോലി കുറച്ച് ബെറ്റർ ആണ്, അല്ലെങ്കിൽ ബെസ്റ്റ് ആണെങ്കിൽ അവർക്ക് അതിൻ്റെതായ ഉയർച്ച ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത് കൊടുക്കാതെ കിട്ടും. അപ്പൊ അത് പ്രൊവൈഡ് അർപ്പിക്കുന്ന ഒരവസരങ്ങൾ അവർക്ക് ഇരിക്കാതെ വരുമ്പോൾ എംപ്ലോയർ മാനേജ്മെന്റിന്റെ എഗൻസ്റ്റ് ആയിട്ട് അവർക്ക് ചില തൃപ്തിക്കുറവുകളൊക്കെ സംഭവിക്കാം. അതും ഒരു എന്താ പറയാ ഗ്രീവാൻസിന് കാരണമാണ്. ജനറൽ വർക്കിംഗ് കണ്ടീഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിൽ നല്ല രീതിയിലുള്ള വർക്കിംഗ് കണ്ടീഷൻസ്, അവിടുത്തെ ജോലി സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ജോലി വ്യവസ്ഥകൾ അറിഞ്ഞിരിക്കുന്ന പോലെയൊന്നും ഇല്ല. നല്ല എന്താ പറയാ വാഷ്റൂം ഇല്ല, അല്ലെങ്കിൽ നമുക്ക് കയ്യിലോ കാലൊക്കെ കഴുകാനുള്ള വൃത്തിയാക്കാനുള്ള കാര്യങ്ങളില്ല. കുറെ ആളുകൾ ഒരുമിച്ചിട്ട് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു. അവിടെ ഇരിക്കാനോ അല്ലെങ്കിൽ മറ്റു നമ്മുടെ ജോലി പെർഫെക്റ്റ് ആയി ചെയ്യാനോ ഉള്ള സൗകര്യങ്ങളുടെ കുറവുകൾ, അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എംപ്ലോയീസ് അതൊക്കെ ഗ്രഹിക്കുക പരാതികളായിട്ട്. ഓക്കെ, അതും ഗ്രീവൻസ് കാരണമാണ്. ആൻഡ് കളക്റ്റീവ് ബാർഗൈനിങ് എന്താണ്? മൊത്തത്തിലുള്ള വിലപേശലാണ്. ഇപ്പൊ എന്തിനെ കുറിച്ചായിരിക്കും എംപ്ലോയീസ് വിലപേശുകയാണ്? എംപ്ലോയീസ് എന്തിനെ വിലപേശുന്നത്? കണ്ടോ? എംപ്ലോയീസ് ജോലിക്കാർ എന്തിനെ സംബന്ധിക്കുന്ന വിലപേശലായിരിക്കും നടത്തുക? യെസ്, അതവരുടെ സാലറി, വർക്കിംഗ് അവേഴ്സ്, മറ്റു കാര്യങ്ങൾ, ബോണസ്, എന്താ പറയാ അലവൻസുകളൊക്കെ കൊടുക്കാന്ന് പറയുന്നത്, അത് കൊടുക്കാറ്. എല്ലാവരും ഒരുമിച്ച് ഒത്തുപയോഗിച്ചു ഒരാളുടെ ഒന്നിലധികം പേരൊക്കെ ഒരുമിച്ച് അവരുടെ എല്ലാ അവകാശങ്ങൾക്കും വേണ്ടിയിട്ട് അവർ വിലപേശും. ആ വിലപേശലാണ് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? കോസസ് ഓഫ് ഗ്രീവൻസ് ഇമ്പോർട്ടന്റ് ആണ്. 5 പോയിന്റ്. കോസസ് ഓഫ് ഗ്രീവൻസ് റിഗാർഡിംഗ് വേജസ്, റിഗാർഡിംഗ് സൂപ്പർവിഷൻ, റിഗാർഡിംഗ് അഡ്വാൻസ്മെന്റ്, ജനറൽ വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് കളക്റ്റീവ് ബാർഗൈനിങ്. Clear ആയോ? Yes. See, if the grievance is properly handled, ഇപ്പൊ ഈ പറയുന്ന പരാതികളും പരിഭവങ്ങളും താല്പര്യക്കുറവൊക്കെ നല്ല രീതിയിൽ പരിഗണിച്ചില്ല എങ്കിൽ മാനേജ്മെന്റ് നല്ല രീതിയിൽ, അതായത് മാനേജ്മെന്റും ലേബേഴ്സും ജോലിക്കാരും തമ്മിലുള്ള ഇത്തരം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ അത്തരം കംപ്ലൈന്റുകൾ, അത്തരം ഗ്രീവൻസ് ഒക്കെ നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്യണം, നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യണം, അതിനെ സോൾവ് ചെയ്യണം. അത് ആ ഒരു അതിന് വേണ്ടിയിട്ടുള്ള മെഷീനറി എന്ന് പറയുന്നത്. പക്ഷെ ആ ഗ്രീവൻസുകളെ നമുക്ക് പരിഹരിക്കാനുള്ള ഒരു മെഷീനറി, അത് ഇഫക്റ്റീവ്ലി നല്ല രീതിയിൽ പ്രവർത്തിക്കണം. മാനേജ്മെന്റ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കി കണ്ട് മനസ്സിലാക്കി അതിന് എത്രയും പെട്ടത് as soon as possible it should be resolved or it should be solved. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനായിട്ട് നോക്കണം. എംപ്ലോയീസിന്റെ കയ്യിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, അത് നമ്മൾ കണ്ടുചെയ്യാന്ന് വെച്ച് മുഖം തിരിഞ്ഞ് കൊടുക്കില്ല. അത് അവരുടെ എന്തിലേക്കും എഫക്ട് ചെയ്യും, അവർ ജോലിയിലേക്ക്. നമ്മൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കും, നമുക്ക് പറഞ്ഞു അവരത് തിരിഞ്ഞു പോയി നോക്കുന്നില്ല, നമ്മളെ പരിഗണിക്കുന്നില്ല, നമ്മൾ ചെയ്യുന്ന ജോലി മാത്രം അവർക്ക് മതി എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് വരും. അത് അവരുടെ ജോലിയിൽ റിഫ്ലക്ട് ചെയ്യും. പിന്നെ നമ്മൾ ഇങ്ങനെ എത്ര കഷ്ടപ്പെടുന്നത്, അത്ര 100% റിസൾട്ട് കൊടുക്കണ്ട, അത്രയും പകുതി ഞാൻ പെർഫോം ചെയ്യുന്നുള്ളൂ,
ആ ഒരു ചിന്തയിലേക്ക് അതുപോലെ തന്നെ മാനേജ്മെന്റിനോടുള്ള നിർത്തിലേക്ക് ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. സോ whenever they find some grievances among the employees-ന്റെ ഇടയിൽ ഇത്തരം കംപ്ലൈന്റുകൾ ഡിസാറ്റിസ്ഫാക്ഷൻസ് കാണുന്നു, അത് എത്രയും പെട്ടെന്ന് എന്താ പറയാ സോൾവ് ചെയ്യാൻ പരിഹരിക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഒരു ഗ്രീവൻസ് റിഡ്യൂസിംഗ് മിഷനറി എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എംപ്ലോയീസിന് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടോ, തർക്കങ്ങളൊക്കെ ഉണ്ടോ, അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതൊക്കെ വേഗം കണ്ടെത്തി പരിഹരിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിന്ന് ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എന്നുള്ള ഭാഗം മുതൽ നമുക്ക് വീണ്ടും ഒന്നുകൂടി പറഞ്ഞു. ആൻഡ് ദാറ്റ് വാസ് ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, എന്തായിട്ടൊക്കെ വായിച്ചു നോക്കണം കേട്ടോ. ഇതൊക്കെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ചാപ്റ്റർ ആണ്. ഒരു 2-3 പ്രാവശ്യം വായിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും വായിക്കുമ്പോ തന്നെ. പക്ഷെ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾ ആ ഓരോ സെന്റൻസ് ഇങ്ങനെ കണ്ടുപിടിച്ച് അത് നോക്കി വായിക്കണം. എന്നാൽ ആ വേർഡുകൾ നമ്മൾക്ക് സ്ട്രൈക്ക് ചെയ്യും. വേർഡുകൾ നമ്മുടെ മനസ്സിൽ വേണ്ടേ? കാരണം അങ്ങനത്തെ പരീക്ഷയല്ലേ. ഇപ്പൊ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അങ്ങനെയുള്ള അല്ലെങ്കിൽ എസ് ഐ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിലും നമുക്ക് കയ്യിൽ നിന്നിട്ട് ഇഷ്ടം പോലെ നന്നായി എഴുതാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. പക്ഷെ നമ്മളുടെ എന്താ പറയാ പരീക്ഷയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് അതിന്റെ സെന്റൻസുകൾ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത്. അപ്പൊ സെന്റൻസ് നിങ്ങൾ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കും. അപ്പൊ അത് നമ്മുടെ മനസ്സിലുടക്കും. അപ്പൊ അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയില്ലോ? ഇനി നമുക്ക് എനിക്ക് എടുക്കാനുള്ളത് ഈ ഒരു മൊഡ്യൂളില് ഈ ഒരു ചാപ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. നമുക്ക് ഈ ചാപ്റ്റർ ഇതും എളുപ്പമുള്ളതാണ്. കാരണം എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എളുപ്പമായിരിക്കും അല്ലെ. എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എളുപ്പമായിരിക്കും. നമുക്ക് എന്തെങ്കിലും ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസാസ്റ്ററിന്റെ മീനിങ് എന്താണ്? ദുരന്തം അല്ലെ. ദുരന്തമല്ലേ? അപ്പം നമ്മൾ ദുരന്തമാണ്. ദുരന്ത നിവാരണം. കേൾക്കണില്ലേ എല്ലാവരും? ആരും റിയാക്ഷനൊന്നും ഇല്ല. ഉറങ്ങിപ്പോയാ? 11 മണിയാവുക അല്ല 12 മണി അല്ലേ? ഓക്കെ, 12 മണി കഴിയുമ്പോഴേക്ക് ഉറക്കം വന്നിട്ടില്ല. 2 ചാട്ടൊക്കെ ചാടിയിട്ടൊന്നിട്ട് അകർച്ച. 2 എഴുന്നേറ്റൊക്കെ ഒന്ന് 2 ചാട്ടൊക്കെ കുട്ടികളെ നമുക്ക് സ്കൂളിലൊക്കെ ആണെങ്കിലും നമ്മൾ നിർത്തുമല്ലോ. എന്താ പറയാ ഫ്രണ്ട് ബാക്ക് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ഒക്കെ നമ്മൾ ചെയ്യിക്കുന്നതും അതിപ്പോ പറ്റില്ല. നിങ്ങളെല്ലാം എഴുന്നേറ്റ് ഒന്ന് എന്താ പറയാ റിലാക്സ്ഡ് ആകാം. എന്നിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. ദുരന്ത മാനേജ്മെന്റ് ആണ്. ദുരന്തം. യെസ്, എന്തെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ഏതെങ്കിലും ടൈപ്പ് ഓഫ് ദുരന്തങ്ങൾ ഫേസ് ചെയ്തവരൊക്കെ ടൈപ്പ് ചെയ്യോ? നിങ്ങളൊന്നും ഇല്ല. ഫ്ലഡ്. എവിടെയാ ബ്ലസ്സിന്റെ വീട്? ബ്ലസ്സിന്റെ വീട് എവിടെയാ? കോട്ടയം. 2018 2018 യെസ്. ഓക്കെ, അപ്പൊ ദുരന്തങ്ങള് ഒരു വിധമൊക്കെ മറ്റുള്ളവരും ആർക്കും ഉണ്ടായില്ല അല്ല. ഓക്കെ, അത് കേരളത്തിൽ മൊത്തം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഫ്ലഡ് 2018 എല്ലാവരും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചേട്ടോ. അതൊരു ദുരന്തമാണ്. എപ്പിഡമിക്സ് പോലുള്ള രോഗവ്യാധികളൊക്കെ വരുമ്പോ അതും ഒരു ദുരന്തമാണ്. അല്ലേ? യുദ്ധങ്ങളില്ല, അതും ഒരു ദുരന്തമാണ്. See, what happens due to this disasters to mankind? മനുഷ്യരാശിക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന എന്താ പറയാ അപകടം എന്താണ്? നമുക്കറിയാം, ഇത് മനുഷ്യരാശിക്ക് ഒരുപാട് വിപത്തുകൾ കൊണ്ടുവരുന്നുണ്ട് ഡിസാസ്റ്റർ അല്ലെ. It affects the human life.
മനുഷ്യന്മാരുടെ ജീവന് ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഇക്കോണമിയെ നമ്മുടെ വ്യവസ്ഥയെ അത് നന്നായി ബാധിക്കുന്നുണ്ട്. ബിസിനസ്സുകാരെയും നന്നായി ബാധിക്കുന്നുണ്ട്. അല്ലെ, നമ്മുടെ എന്താ പറയാ സമൂഹം ഒരുപാട് ഇക്കണോമിക് ലോസസ്, ഒരുപാട് റിസോഴ്സസ് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. എന്താ പറയാ, നമ്മളുടെ ഒരുപാട് വിഭവങ്ങൾ നമുക്ക് നശിച്ചു പോകുന്നുണ്ട് ഇത്തരം ഫ്ലഡ് ഒക്കെ വരുമ്പോ. വീടുകളിൽ തന്നെ ഫ്ലഡ് വന്നു ഒരുപാട് വസ്തുവകകൾ, അവരുടെ പ്രോപ്പർട്ടീസ്, അവരുടെ വിലപിടിപ്പുള്ള ഒത്തിരി ഉപകരണങ്ങളൊക്കെ നമ്മുടെ വീടുകളിലുണ്ടല്ലോ, ഇതൊക്കെ നശിച്ചു പോയവരുണ്ട്. ഓക്കെ, അപ്പൊ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് മാൻകൈൻഡിനെ സംബന്ധിക്കുന്ന ഒരു വലിയ ഇൻസിഡന്റ് തന്നെയാണ്. മനുഷ്യന് ഉണ്ടായോ അന്ന് മുതലൊക്കെ തന്നെ ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പണ്ടുടങ്ങിയൊക്കെ ഉണ്ട് ഡിസാസ്റ്റർ. പക്ഷെ നമുക്ക് നമ്മുടെ കാലഘട്ടത്തിലുള്ളവരെ നമുക്ക് അറിയുള്ളൂ. റീസെന്റ് ആയിട്ട് നടന്നത് അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഡിസാസ്റ്റേഴ്സിലേക്ക് നമ്മൾ അറിയുള്ളൂ. പക്ഷെ ഹിസ്റ്ററി വി ക്യാൻ സീ there have been some disasters when there is mankind. History of mankind എടുത്തു കഴിയുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒരുപാട് ദുരന്തങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ്. അതായത് ഭൂമിക്കകത്ത് മനുഷ്യരൊക്കെ ഉണ്ടായപ്പോ തുടങ്ങി ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഡിസാസ്റ്റേഴ്സ് എഫക്ട് ദ കമ്മ്യൂണിറ്റി, നമ്മളുടെ എന്താ പറയാ സമൂഹത്തെ അത് ബാധിക്കുന്നു. ഒരു സമൂഹവും ഫ്രീ ഫ്രം ഡിസാസ്റ്റേഴ്സ്. ഒരു സമൂഹവും ഇങ്ങനെ ദുരന്തങ്ങളിൽ നിന്ന് മാറിയിടാൻ പറ്റുക ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങള് നമ്മളെ ഇങ്ങനെ അഫക്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ വി ഹാവ് ടു ബി അലേർട്ട് ഈച്ച് ആൻഡ് എവറി ടൈം. ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഇന്നത്തെ കാലത്ത് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മളിത് ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. 2018 വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോ 2019, 2020, 2021 എന്തിനു പറയുന്നത് 24, 25 കഴിഞ്ഞ് പോയി. അതിന്റെ മഴക്കാലം ഒത്തിരി വലിയ കുറെ നല്ല മഴയൊക്കെ ഉള്ള ഒരു കാലഘട്ടം. ഓരോ സമയവും 2-3 ദിവസം 5 ദിവസമൊക്കെ അടുപ്പിച്ച് മഴ വരുമ്പോ കുറച്ച് വെള്ളമൊക്കെ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോഴേ നമ്മൾ വെള്ളപ്പൊക്കം വരും. എപ്പോൾ നമ്മള് കാരണം എന്താ, നമ്മളത് ഫേസ് ചെയ്തു. പക്ഷെ അതിന് മുമ്പ് നമുക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. 2018 വെള്ളപ്പൊക്കം വന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ആ ഒരു സമയത്ത് കുറച്ചൊക്കെ വെള്ളമൊക്കെ അവിടെ ഇവിടെ വന്നു, മുറ്റത്തൊക്കെ വന്നു, എല്ലാവരും ഓടി കളിച്ചു, നല്ല എന്താ പറയാ എൻജോയ് ചെയ്തു. പക്ഷെ അർദ്ധരാത്രി അല്ലെങ്കിൽ നേരെ വെളുക്കാറായപ്പോഴാണ് ഓഗസ്റ്റ് 16 അതിരാവിലെ എഴുന്നേക്കാറായപ്പോഴേക്കും ഏകദേശം വീടിന്റെ കട്ടിലിന്റെ അടിയിലേക്ക് കട്ടിലിന്റെ വരെ വെള്ളം വന്നു. പിന്നെ എന്താ പറയാ നമുക്ക് അവിടെ മുൻകരുതലുകൾ ചെയ്യാൻ പറ്റുന്നത്. We have not taken any precautions because we are not aware of disaster occurring in our own place. നമ്മുടെ സ്വന്തം നാട്ടിൽ ഇതൊക്കെ നടക്കുമെന്ന് നമ്മൾ അത്രയും നേരം ചിന്തിച്ചിരുന്നില്ല. കുറെ ആളുകളൊക്കെ നമ്മുടെ വീട്ടിലെ വാർത്തത്തിലൊക്കെ കുറച്ച് ആളുകൾ വരൂല്ലേ, പോലീസ് വെള്ളപ്പൊക്കത്തൊക്കെ പറഞ്ഞൊരു ഇതുപോലുള്ള കാർഡിലൊക്കെ ആക്കിയിട്ട് അവർ പ്രിന്റ് ചെയ്യുന്ന സാധനങ്ങൾ വരില്ലേ. അപ്പൊ എന്തെങ്കിലും പൈസയോ അല്ലെങ്കിൽ എന്താ പറയാ ഡ്രസ്സോ മെറ്റീരിയൽസോ ഒക്കെ കൊടുക്കാൻ വേണ്ടി വരാറുണ്ട്. അതുപോലെ അവിടെയൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ വരാറുണ്ട്. ഇപ്പൊ കുറച്ച് കുറവാണെന്ന് മാത്രം. കാരണം ഇപ്പൊ നമ്മൾ പല ഏരിയാസിലും ഈ പറയുന്ന എന്താ പറയാ പലതരത്തിലുള്ള കള്ളത്തരങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് കുറെ ഏരിയയാക്കി മാറ്റിയേണ്ടതുണ്ട്. അതല്ലെങ്കിൽ എല്ലാവരും ഈ ഒരു സമയത്തൊക്കെ അവർ വരും. എന്നിട്ട് ആളുകൾ കൊണ്ട് കുറച്ചധികം വരും നമ്മുടെ വീട്ടിലേക്ക്. അതിന്റെ കുറേ വീടുകളൊക്കെ കുറെ ഡ്രസ് മെറ്റീരിയൽസ് അവർ വാങ്ങിച്ചിട്ട് പോകും. ഇപ്പൊ റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് അത് വരാത്തത്. അപ്പൊ ഇത് അവര് വരുമ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലും പോയി നാട്ടിലേക്ക് എപ്പോഴും വെള്ളപ്പൊക്കെ ആണ്. ഇതൊക്കെ നമ്മൾ വിചാരിച്ച് ടിവിയിലൂടെ പല സ്ഥലങ്ങളിലും വെള്ളം പൊക്കുന്നത് കാണുന്നു. അല്ലെ, വെള്ളപ്പൊക്കം നേരിട്ടിട്ട് ആൾക്കാര് ഓരോന്നൊക്കെ സാധനങ്ങൾ തൊട്ടിപ്പറ്റി വേറെ സ്ഥലങ്ങളിൽ സ്കൂളുകളിൽ പോയിട്ട് റെഫ്യൂജീസ് ആകുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ നമ്മുടെ സ്വന്തം വീട്ടിൽ വരും എന്നത് വിചാരിച്ചില്ല. 2018 വെള്ളം അവിടെ അടുത്ത് വന്നപ്പോഴാണ് ഈ ഇത്രയും വെള്ളം പോകും. പിന്നെന്താ, കുട്ടികൾ മാത്രം പറക്കി എടുത്തിട്ട് അങ്ങോട്ട് നീന്തി അടുത്തുള്ള സ്കൂളുകളിലേക്ക് നമ്മളും. അപ്പൊ മനസ്സിലായ ഇനി ഇത് നമുക്ക് എല്ലാ കൊല്ലവും പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നല്ല കൊല്ലം സമയം അപ്പോഴേക്കും പറയുമല്ലേ ആൾക്കാരെ മുല്ലപ്പെരിയാർ വിട്ടപ്പോ തന്നെ അപ്പൊ പ്രധാനമായിട്ടൊന്നും കാണില്ല, പോകേണ്ടി വരില്ല മുല്ലപ്പെരിയാർ ഇതുപോലെയുള്ള കാര്യങ്ങൾ. കാരണം ഇത് ഡിസാസ്റ്റേഴ്സിന്റെ ഒരു കാലഘട്ടമാണ്. പല രീതിയിൽ ചേർക്കുന്നത് ലാൻഡ് സ്ലൈഡ്, അതുപോലെ തന്നെ എർത്ത്ക്വേക്ക് ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ രീതിയിലാണ് വരുന്നത് മാത്രം. അപ്പൊ ഡിസാസ്റ്റേഴ്സ് ഇറ്റ് അഫക്ട്സ് ദ ഹ്യൂമൻ ബീങ്, മനുഷ്യന്മാരെ വളരെ നന്നായിട്ട് അത് അഫക്ട് ചെയ്യും. ഇനി മാത്രമല്ല ഹ്യൂമൻ ഹെൽത്ത്, മനുഷ്യന്മാരെ അവർക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഫിനാൻഷ്യൽ ഡാമേജസ്, മോണിറ്ററി ഡാമേജസ് കൊണ്ടുവരുന്നു. മെജോറിറ്റി പീപ്പിൾ വിൽ ബി കിൽഡ്
ഒരുപാട് ആളുകളുടെ മരണം സംഭവിക്കുന്നു, ഒരുപാട് പേര് ഇൻജുവേർഡ് ആകുന്നു അല്ലെ. ഈ പറയുന്ന ഡിസാസ്റ്റർ വിക്ടിംസിൽ ഒരുപാട് പേർക്ക് പിന്നീട് എന്താ പറയാ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്നു. വർക്ക്സ് ഇൻക്രീസ് ചെയ്യുന്നു, സഫറിങ്സ് അതൊക്കെ നികത്താൻ നമ്മൾ ആ ഡിസാസ്റ്ററിലുണ്ടായ പരീക്ഷ നഷ്ടമാകാം, എന്താ പറയാ സമ്പർക്ക നഷ്ടമാകാം, നമ്മുടെ പ്രോപ്പർട്ടീസ് നഷ്ടമാകാം. ഇതെല്ലാം നികത്താനായിട്ട് സമയം ചെലവഴിക്കേണ്ടി വരും. അതായത് അത്രയും നാൾ വരെ നമ്മളിങ്ങനെ ടോയിൽ ചെയ്ത് ഉണ്ടാക്കിയെടുത്തത് മുഴുവൻ വെള്ളപ്പൊക്കത്തിലോ ലാൻഡ് സ്ലൈഡിലോ നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തുടങ്ങണം. എവിടെ നിന്ന് തുടങ്ങണം? ബോട്ടം അല്ലെ, ഏറ്റവും താഴത്ത് നമ്മൾ വീണ്ടും തുടങ്ങണം അല്ലെ, ഏറ്റവും താഴെ നമ്മൾ വീണ്ടും തുടങ്ങണം. അപ്പൊ ഈ ഡിസാസ്റ്റേഴ്സ് അഫക്ട്സ് ഇക്കണോമിക്കലി ആൻഡ് സോഷ്യലി, അത് ഇത്തരം ഡിസാസ്റ്ററുകൾ തീർച്ചയായിട്ടും ബാധിക്കുന്നത് നമ്മുടെ സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും ആളുകളെ നന്നായി അഫക്ട് ചെയ്യുന്നത്. ലൈക്ക് വാറ് പോലെ തന്നെ മനുഷ്യന്മാർ ഒരുപാട് മരിക്കും, വാറിൽ ഒരുപാട് വസ്തുവകകളൊക്കെ നശിച്ചു പോകും, ഒരുപാട് പേര് മരിക്കുന്നത് ചില രോഗങ്ങളൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ എന്താ പറയാ ബേസ്റ്റ് ഔട്ട് ചെയ്യും, രോഗങ്ങൾ പടർന്നു പിടിച്ച് വലിയ വലിയ ദുരന്തങ്ങൾ അതുകൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. എല്ലാ ഇക്കോണമിയും ഇനി ഏറ്റവും കൂടുതൽ അലേർട്ട് ആയിട്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ലൈക്ക്വൈസ് അതുപോലെ തന്നെ ഇൻ ഹോസ്പിറ്റൽസ്, നമ്മുടെ ആശുപത്രികളിലും ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരുക്കിയിരിക്കുന്നത്. മനസ്സിലായോ? കാരണം ഡിസാസ്റ്റർ ബിഗിൻസ് ഫസ്റ്റ് ഓഫ് ഓൾ ബ്രോട്ട് ടു ദ ഹോസ്പിറ്റൽസ്. ഡിസാസ്റ്റർ ഒപ്പം ചെയ്യുമ്പോൾ അതില് എന്താ പറയാ പലതരത്തിലുള്ള ഇൻജുവേർഡ് ആയിട്ടുള്ളവര്, അതിൽ ഒരുപാട് എന്തെങ്കിലും കാലോ കയ്യോ അല്ലെങ്കിൽ പല രീതിയിലും ഭയങ്കര കാഷ്വാലിറ്റി ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള, എമർജൻസി ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളവരും ഒട്ടും വേറെ ഒന്നും പറ്റാത്തവരും എന്താ പറയാ തലനാരിക്ക് രക്ഷപ്പെട്ടവരും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇവരെല്ലാവരെയും ആദ്യം കൊണ്ടുവരുന്ന ഹോസ്പിറ്റൽസിലേക്കാണ്. തീർച്ചയായിട്ടും ഹോസ്പിറ്റൽസ് ആർ ബി റെഡി ടു മാനേജ് ഡിസാസ്റ്റർ വിക്ടിംസ്. കൃത്യമായി നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കൊണ്ട് സൃഷ്ടിച്ച് മരിക്കാവുന്നവരുടെ എണ്ണം കുറച്ച് കൊണ്ടുവരാനായിട്ട് ഹോസ്പിറ്റൽസ് എപ്പോഴും സന്നദ്ധരായിട്ടിരിക്കും. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതാണ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് റിസോഴ്സസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഡീലിംഗ് വിത്ത് ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട്സ് ഓഫ് എമർജൻസീസ്. അതായത് മനുഷ്യന്മാര് ഏറ്റവും എന്താ പറയാ എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ കൊണ്ടുവരുമ്പോൾ അവരെ നല്ല രീതിയിൽ ഉത്തരവാദിത്തത്തോടെ അവരുടെ വിഭവങ്ങൾ ഉപയോഗിച്ച് ഹോസ്പിറ്റൽസ് ഒക്കെ അവരുടെ വിഭവങ്ങൾ ഉപയോഗിച്ച് മാനേജ് ചെയ്ത് അത് കൊണ്ടുവരിക. അതിനെയാണുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് വിളിക്കുക. ദാറ്റ് മീൻസ് ടു ബി പ്രിപ്പയർഡ് ടു റെസ്പോണ്ട് ആൻഡ് ടു റിക്കവർ. ഏറ്റവും കുറവ് എന്താ പറയാ ഡിസാസ്റ്റർ ഇഫക്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. മരിക്കാറായവരാണെങ്കിലും കൊണ്ടുവരുമ്പോ അവരെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അവരെ എല്ലാവരെയും റിപ്പയർ ചെയ്ത് അല്ലെ അതിനെ റിക്കവർ ചെയ്ത് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അതാണ് ഡിസാസ്റ്റർ, പ്രോപ്പർ ആയിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതാണ് ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കണേ, അണ്ടർലൈൻ ചെയ്യാനുള്ളതൊക്കെ അടുത്ത ദിവസം പറഞ്ഞത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി ഫസ്റ്റ് പാരഗ്രാഫ്. ക്ലിയർ ആയ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടോപ്പിക്കാണ്. ഇത് കാര്യമായിട്ട് നമുക്ക് എന്താ പറയാ അറിയാവുന്ന ടോപ്പിക്സ് കാര്യങ്ങൾ. ഓക്കെ, see you. Thank you. Bye.